നമസ്കാരം. ഷെക്കേന ബിഗ് ഡിബേറ്റിലേക്ക് സ്വാഗതം. കേരളത്തിലെ പൊതുസമൂഹത്തിലെ വലിയൊരു വിഭാഗവും മാധ്യമങ്ങളും ഒപ്പം ഭരണതലപ്പത്തുള്ളവരുമൊക്കെ ഈ ദിവസങ്ങളിൽ വളരെ വലിയ ആഹ്ലാദത്തിലാണ്. കാരണം മറ്റൊന്നുമല്ല, വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട ഒരു നിർണായകമായിട്ടുള്ള ഒരു ഘട്ടം പിന്നിട്ടിരിക്കുന്നു. അതിന്റെ ആദ്യത്തെ ഒരു ട്രയൽ റൺ നാളെ നടക്കുന്നു. സർക്കാർ അതുമായി ബന്ധപ്പെട്ട് വലിയൊരു സ്വീകരണങ്ങളും ആഘോഷ പരിപാടികളും ഒക്കെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും വികസനം നല്ലതാണ്, വികസനം വേണം. ഒപ്പം തന്നെ കേരളത്തിന്റെ വിവിധ മേഖലകളിൽ വലിയ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഈ കാലഘട്ടത്തിൽ അത്യന്താപേക്ഷിതമാണ്. വികസന പ്രതീക്ഷകൾ വാനോളം ഉയരുമ്പോൾ ഒരു കാര്യം നാം മറക്കരുത്. ആ വികസന പദ്ധതികളുമായി ബന്ധപ്പെട്ട് പ്രതിസന്ധി അനുഭവിക്കുന്നവരുടെ കണ്ണീര് കൂടി ഒപ്പാൻ ഭരണകൂടത്തിന് സാധിച്ചിട്ടുണ്ടോ? അവർക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്നൊരു കാര്യം കൂടി തീർച്ചയായും പരിശോധിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ വിഴിഞ്ഞം സമരം, ആ ഐതിഹാസികമായിട്ടുള്ള ആ ഒരു സമരം, പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ കണ്ണീര്, അവരുയർത്തിയ ആ ഒരു ആവശ്യങ്ങളോട് ഭരണകൂടങ്ങൾ എപ്രകാരമാണ് പ്രതികരിച്ചത് എന്ന് 2022 നാം കണ്ടതാണ്. ദിവസങ്ങൾ നീണ്ടുനിന്ന ആ ഒരു സമരത്തിലെ പല ചരിത്ര മുഹൂർത്തങ്ങളും നമുക്ക് അറിയാവുന്നതാണ്. എന്നാൽ പിന്നീട് 2022 ഡിസംബർ മാസം ആ സമരം ഒത്തുതീർപ്പാക്കിയപ്പോൾ സർക്കാർ മുന്നോട്ട് വെച്ച അല്ലെങ്കിൽ സർക്കാർ നൽകിയ വാഗ്ദാനങ്ങൾ എത്രത്തോളം പാലിക്കപ്പെട്ടിട്ടുണ്ട്? തീരദേശ വാസികളുടെ, തീരദേശത്തിന്റെ മക്കളുടെ അവർ നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾക്ക്, തീരശോഷണവുമായി ബന്ധപ്പെട്ട് അവരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് അവർ നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾക്ക് പരിഹാരമായിട്ടുണ്ടോ? മുതലപ്പൊഴി എന്തുകൊണ്ട് ഇപ്പോഴും ഒരു മരണപ്പൊഴിയായി തുടരുന്നു? ഈ വിഷയങ്ങളൊക്കെ തന്നെയാണ് ഇന്നത്തെ ഷെക്കേന ബിഗ് ഡിബേറ്റ് ചർച്ച ചെയ്യുന്നത്. ഇന്ന് ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു KLCA പ്രസിഡന്റ് ശ്രീ അഡ്വക്കേറ്റ് ഷെറി ജെ തോമസ്, ഒപ്പം മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ശ്രീ ടി ദേവപ്രസാദ്, ഒപ്പം KRLCC നിന്നും ശ്രീ പാട്രിക് മൈക്കിൾ. മൂന്ന് പേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം അഡ്വക്കേറ്റ് ശ്രീ ഷെറി ജെ തോമസ്, നമുക്കറിയാം 2022 ഒരു ഐതിഹാസികമായിട്ടുള്ള വിഴിഞ്ഞം സമരം, നിരവധി ആവശ്യങ്ങൾ, 7ഓളം ആവശ്യങ്ങൾ പ്രത്യേകിച്ച് സമരസമിതി സർക്കാരിന്റെ മുന്നിൽ വെക്കുന്നു. വിവിധ ആവശ്യങ്ങൾ നമുക്കറിയാം, പുനരധിവാസവുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് മുതലപ്പൊഴിയുമായി ബന്ധപ്പെട്ട്, ഒപ്പം തന്നെ ഈ തൊഴിൽ നഷ്ടവുമായി ബന്ധപ്പെട്ട് വിവിധ ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുന്നു. ഏറ്റവും ഒടുവിൽ സംഭവബഹുലമായ ആ ഒരു സമരം 2022 ഡിസംബർ മാസം ഒത്തുതീർപ്പാക്കുന്നു. ഈ സമരസമിതി മുന്നോട്ട് വെച്ച ഒരാവശ്യമൊഴികെ മറ്റെല്ലാ ആവശ്യങ്ങളും അംഗീകരിച്ചു എന്നാണ് അന്ന് സർക്കാർ അവകാശപ്പെടുന്നത്. നമുക്കറിയാം, ഈ വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് സർക്കാർ കാണിച്ച ഒരു ഉത്സാഹമുണ്ട്. കഴിഞ്ഞ ദിവസമൊക്കെ മന്ത്രിയുടെയൊക്കെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും ഈ പദ്ധതിയുടെ ഒരു അവലോകനം നടത്തുന്നു, അത് കൃത്യമായ സമയത്ത് അത് നടപ്പാക്കപ്പെടുന്നുണ്ടോ എന്ന കൃത്യമായിട്ടുള്ള ഒരു അവലോകനവും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും ഒക്കെ പ്രോപ്പറായിട്ട് പോകുന്നുണ്ട്. പക്ഷേ മറു സൈഡിൽ നാം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. അവിടെ ദുരിതം അനുഭവിക്കുന്ന നമ്മുടെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ, തീരശോഷണം മൂലം സ്വന്തം കിടപ്പാടം നഷ്ടപ്പെട്ടു പോയ മത്സ്യത്തൊഴിലാളികൾ, പ്രത്യേകിച്ച് ഗോഡൌണിലും ഒക്കെ വളരെ മനുഷ്യവാസ യോഗ്യമല്ലാത്ത സാഹചര്യത്തിൽ കഴിയേണ്ടി വരുന്ന പാവപ്പെട്ട മനുഷ്യർ, അവർക്ക് മുന്നിൽ സർക്കാർ അന്ന് കൊടുത്ത ചില വാഗ്ദാനങ്ങളുണ്ട്. പ്രത്യേകിച്ച് അന്ന് ഈ സമരം ഒത്തുതീർപ്പായതിനു ശേഷം മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. വിഴിഞ്ഞം തുറമുഖ നിർമ്മാണം മൂലമുള്ള പുനരധിവാസ പ്രവർത്തനങ്ങൾ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പദ്ധതി തയ്യാറാക്കും, ഒപ്പം തന്നെ പുനരധിവാസ പ്രവർത്തനങ്ങൾ ഊർജ്ജപ്പെടുത്തും, തീരശോഷണവുമായി ബന്ധപ്പെട്ട് സർക്കാർ നിയോഗിച്ച പഠനസമിതി മത്സ്യത്തൊഴിലാളികളുടെ വിദഗ്ധ പ്രതിനിധികളുമായി ചർച്ച നടത്തും, ഒപ്പം ഈ മണ്ണെണ്ണ എഞ്ചിനുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, തൊഴിൽ നഷ്ടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, മുതലപ്പൊഴിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ ആവശ്യങ്ങളിൽ എത്രത്തോളം ഒരു പുരോഗതി, അല്ലെങ്കിൽ സർക്കാർ മുന്നോട്ട് വെച്ച ഈ വാഗ്ദാനങ്ങളിൽ, അന്ന് സമരം ഒത്തുതീർപ്പാക്കാൻ സർക്കാർ മുന്നോട്ട് വെച്ച ഈ വാഗ്ദാനങ്ങളിൽ എത്രത്തോളം ഒരു പുരോഗതി ഉണ്ടായിട്ടുണ്ട്? പ്രത്യേകിച്ച് ഈ തീരശോഷണവുമായി ബന്ധപ്പെട്ട പഠനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, ഒപ്പം തന്നെ ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സർക്കാർ വാഗ്ദാനം പാലിച്ചിട്ടുണ്ടോ? അഡ്വക്കേറ്റ് ഷെറി ജെ തോമസ്. നമുക്ക് ഇതിനകത്ത് കാര്യമായ പുരോഗതി എന്താണെന്ന് ചോദിച്ചാൽ ചില വസ്തുതകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സംസാരിക്കുന്നതാവും കൂടുതൽ നല്ലത്. ഇവിടെ വിഴിഞ്ഞം തുറമുഖം സംബന്ധിച്ച് വളരെ വേഗത്തിൽ നടപടികൾ മുന്നോട്ട് പോകുമ്പോഴും അന്ന് പറഞ്ഞിരുന്ന കാര്യങ്ങളിൽ എത്രമാത്രം കാര്യങ്ങൾ നടപ്പിലായി എന്ന് ചോദിച്ചാൽ അതിന് വളരെ വേഗത കുറവ് എന്ന് മാത്രമല്ല, പല കാര്യങ്ങളും നടപ്പിലായിട്ടില്ല എന്ന് തന്നെ കൃത്യമായിട്ട് പറയേണ്ടി വരും. ഉദാഹരണത്തിന്,
ഞാൻ രേഖകളുടെ അടിസ്ഥാനത്തിൽ തന്നെ സംസാരിക്കാം. ഓക്കെ. 7/1/2023 തീയതി സംസ്ഥാന സർക്കാർ ജിയോ നമ്പർ 631/2022 എന്ന പേരിൽ സൂചനകളൊക്കെ കാണിച്ചുകൊണ്ട് ജിയോ നമ്പർ 29/2023 ഒരു ഉത്തരവ് ഇറക്കിയിരുന്നു. ആ ഉത്തരവിൽ പറഞ്ഞിരുന്നത് വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന കാര്യങ്ങളിൽ കോസ്റ്റൽ ഇറോഷൻ ഉൾപ്പെടെ ആ ഭാഗത്തുള്ള ആളുകൾ ഉയർത്തിയിരുന്ന വിഷയങ്ങൾ, ആ വിഷയങ്ങൾ സംബന്ധിച്ച് പഠനം നടത്തി 4 മാസത്തിനകം ഇടക്കാല റിപ്പോർട്ട് പുറത്തു കൊണ്ടുവരാം, പിന്നീട് 6 മാസത്തിനകം അന്തിമ റിപ്പോർട്ട് പുറത്തു കൊണ്ടുവരാം എന്നൊക്കെയായിരുന്നു. ഈ പഠനത്തിൽ പ്രദേശവാസികൾക്ക് പങ്കെടുക്കാനുള്ള അവസരവും നൽകുമെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ ആ റിപ്പോർട്ട് ഇപ്പോഴും പബ്ലിക് ഡൊമൈനിൽ പുറത്തു കൊണ്ടുവന്നിട്ടില്ല. മാത്രമല്ല ഇടക്കാല റിപ്പോർട്ട് എന്ന് പറഞ്ഞൊരു റിപ്പോർട്ട് വന്നിട്ടുമില്ല. ഇതുമായി ബന്ധപ്പെടുത്തി തന്നെ വിവരാവകാശ നിയമപ്രകാരം ഞാൻ ചോദിച്ച ചോദ്യത്തിന് 13/6/23 എനിക്ക് ലഭിച്ച മറുപടിയിൽ 3 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, 20/1/23 9/3/23 എക്സ്പേർട്ട് കമ്മിറ്റിയുടെ 2 യോഗങ്ങൾ നടന്നിട്ടുണ്ട്, സമ്മതിച്ചു. സ്റ്റേക്ക് ഹോൾഡേഴ്സുമായി എക്സ്പേർട്ട് കമ്മിറ്റി അംഗങ്ങൾ കൂടിക്കാഴ്ച നടത്തിയിരുന്നു എന്ന ചോദ്യത്തിന് പഠനവുമായി ബന്ധപ്പെട്ട് ഒരു തവണ കൂടിക്കാഴ്ച നടത്തി, പക്ഷെ പഠനവുമായി ബന്ധപ്പെട്ട് എക്സ്പേർട്ട് കമ്മിറ്റി ഇടക്കാല റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല. മറ്റൊരു മറുപടി, എക്സ്പേർട്ട് കമ്മിറ്റിക്കായി പ്രത്യേക ഓഫീസ് സംവിധാനം ഒരുക്കിയിട്ടില്ല. എന്നാൽ കമ്മിറ്റി ആവശ്യപ്പെടുകയാണെങ്കിൽ വിസിൽ ഓഫീസിൽ എക്സ്പേർട്ട് കമ്മിറ്റി ഓഫീസിന് സംവിധാനം ക്രമീകരിക്കാൻ സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. എപ്പോഴാണ് ഇത് പറയുന്നത്? ഈ ഒരു ഉത്തരവിറക്കി പ്രദേശവാസികളെ കേട്ട് ഇടക്കാല റിപ്പോർട്ട് പുറത്തിറങ്ങണം എന്ന് പറഞ്ഞ ഉത്തരവിനൊക്കെ ശേഷം 13/6/23 ഈ മറുപടി. 7/1 ഉത്തരവിറക്കിയത്. അപ്പോൾ 6 മാസം കഴിഞ്ഞിട്ടും ഉത്തരവിന്റെ ഇടക്കാല റിപ്പോർട്ട് വന്നിട്ടില്ല എന്ന് മാത്രമല്ല, മുഴുവൻ റിപ്പോർട്ട് വരേണ്ട സമയവും കഴിഞ്ഞു, അപ്പോൾ പോലും ഒരു ഓഫീസ് പോലും ലഭ്യമായിട്ടില്ല എന്നാണ് മറുപടി. അപ്പോൾ ഈ പല കാര്യങ്ങളിലും കാണിക്കുന്ന വേഗത ഒരു ഓഫീസ് നൽകുന്നതിന് പോലും ഈ അന്വേഷണ കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം അതിനുണ്ടായിട്ടില്ല. അത് തന്നെ ഇവിടെ എന്ത് രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നതിനുള്ള കൃത്യമായ മറുപടിയാണ്. രണ്ടാമത്തേത് പുനരധിവാസം സംബന്ധിച്ച് ഇപ്പോഴും ഒരാൾക്ക് പോലും പുനരധിവാസം നൽകിയിട്ടില്ല. വാടക സംബന്ധിച്ച കാര്യങ്ങൾക്കൊക്കെ പാട്രിക് കൃത്യമായ മറുപടി പറയും. അവിടെ ആളുകളെ എങ്ങനെയാണ് ഗോഡൌണിൽ നിന്ന് മാറ്റിയതെന്നും അതിനുവേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തുവെന്നും എത്ര യോഗങ്ങൾ അവിടെ വിളിച്ചു ചേർത്തുവെന്നും ആരൊക്കെ യോഗങ്ങളിൽ പങ്കെടുത്തു എന്നൊക്കെ അവിടെയുള്ളവർക്ക് അറിയാം. പിന്നീട് ഇതിന്റെ ഒപ്പം തന്നെ ഈ കുടാല കമ്മിറ്റി റിപ്പോർട്ടിന്റെ കാര്യം വരാത്ത കാര്യം ഞാൻ പറഞ്ഞു. ഈ മുതലപ്പൊഴിയുമായി സംബന്ധിച്ച് മുതലപ്പൊഴിയിൽ ഒരു MOU ആണ് ഇപ്പോൾ ഉള്ളത്. എഗ്രിമെന്റ് ഇപ്പോഴും വന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ കൂടി അവിടെ ഇത്രയും മരണങ്ങൾ നടന്നിട്ടും അതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു നടപടി എടുക്കാനുള്ള തീരുമാനം വന്നിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ടത് കേസുകളുടെ കാര്യമാണ്. ഇപ്പൊ ഞങ്ങൾ ഇവിടുന്ന് ഒരു യാത്ര നടത്തി മൂലംപള്ളിയിൽ നിന്ന് വിഴിഞ്ഞത്തേക്ക് എന്ന് പറഞ്ഞൊരു യാത്ര നടത്തി. അത് നടത്താൻ കാരണം മൂലംപള്ളി മറ്റൊരു കുടിയിറക്കലിന്റെ ഒരു സ്ഥലമായതുകൊണ്ടാണ്. ഇവിടുന്ന് യാത്ര നടത്തി അവിടെ എത്തിയ ഞങ്ങൾക്കെതിരെ വരെ കേസുണ്ട്. ആ കേസ് എന്താണ്? ഞങ്ങൾ ഇവിടെ നിന്ന് ഗൂഢാലോചന നടത്തി അവിടെ വിഴിഞ്ഞത്ത് വന്ന് സമരത്തിന് ആഹ്വാനം ചെയ്തു എന്നാണ് കേസ്. അതുപോലെ ഈ ഇരിക്കുന്ന പാട്രിക്കിനെതിരെ 100 കണക്കിന് കേസുകളാണ്. ആ പ്രദേശത്തുള്ള ഒരാൾ അതിനകത്ത് കഴിഞ്ഞ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് 157ഓളം കേസുകൾ. അത് ഞാൻ പറയാം. അതൊക്കെയാണ് രസകരമായ കാര്യങ്ങൾ. അന്ന് കേസുകൾ പിൻവലിക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു പേപ്പർ പീസ് പോലും ഇവിടെ ഇരിക്കുന്നുണ്ട്. പാട്രിക് എനിക്ക് തോന്നുന്നു 75 കേസിൽ പ്രതിയാ. പാട്രിക്കിനോടൊന്ന് ചോദിച്ചാൽ മതി. ഒരു പേപ്പർ പീസ് പോലും ഈ ഏതെങ്കിലും കേസ് പിൻവലിച്ചുമായി ബന്ധപ്പെട്ട് പാട്രിക്കിന് കിട്ടിയിട്ടോ എന്ന് ചോദിക്കണം. ഞാൻ കേസിലെ പ്രതിയാണ്. എനിക്ക് ഇതുവരെ ഒരു അറിയിപ്പും കിട്ടിയിട്ടില്ല. അപ്പൊ പറയുന്നത് എന്താണ്? ചില കാര്യങ്ങൾക്ക് മാത്രം വേഗത, ചില കാര്യങ്ങൾക്ക് മാത്രം ഒരു ഗതിയില്ലാത്തൊരവസ്ഥ. അപ്പൊ ആ രീതിയിലുള്ള നടപടികൾ വരുമ്പോൾ സ്വപ്ന പദ്ധതി നമ്മളാരും വികസനത്തിന് എതിരൊന്നുമല്ല. സ്വപ്ന പദ്ധതിയാണ്. പക്ഷെ ആരുടെ സ്വപ്നമാണ്? കുറെ പേരുടെ സ്വപ്നം തകർക്കുന്നത് ഒരു പദ്ധതി എന്ന് വേണമെങ്കിൽ പറഞ്ഞോട്ടെ, ഒരു പദ്ധതിയാണ്. പക്ഷെ സ്വപ്ന പദ്ധതി എന്നൊക്കെ പറയുമ്പോൾ ആരെങ്കിലുമൊക്കെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ നൽകാമെന്നും അവരെ രക്ഷിക്കാമെന്നും വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിറവേറ്റാതെയുള്ള ഒരു വെറും പദ്ധതിയാണിത്. ഇപ്പം ഇവിടെ വല്ലാർപാടത്ത് ടെർമിനലുണ്ട്, വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ പദ്ധതി. 100 കണക്കിന് ആളുകളെ കുടിയിറക്കിയതാണ്. ഈ കൊച്ചി പ്രദേശത്ത് വല്ലാർപാടം പദ്ധതിയുടെ എന്ത് ഗുണമാണ് ആൾക്കാർക്കുള്ളത്? ആ നിർമ്മാണ സമയത്തുള്ള ജോലിയും കാര്യങ്ങളും അല്ലാതെ. ഇവിടെ എനിക്കറിയില്ല എന്താ ഉണ്ടാകാൻ പോകുന്നത്. ഉണ്ടാവുമായിരിക്കും, നല്ല കാര്യം, ഉണ്ടാകട്ടെ. പക്ഷേ ആളുകളോട് പറഞ്ഞിരിക്കുന്ന, അവർക്ക് ഉറപ്പ് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണം ഞാൻ ആദ്യം സൂചിപ്പിച്ച ആ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. എന്താണ് അതിനുള്ള തടസ്സം? ഇത്തരം കാര്യങ്ങളാണ് എനിക്ക് ആമുഖമായി പറയാനുള്ളത്. അതായത് ഇതുവരെ, അതായത് ആ സമരം, നമുക്കറിയാം, ആ സമരത്തിൽ നടന്ന വളരെ വൈകാരികമായിട്ടുള്ള ചില നിമിഷങ്ങളൊക്കെ ഉണ്ട്. അത് മാധ്യമങ്ങളിലൂടെയൊക്കെ ലോകം കണ്ടതാണ്. അവർ ഉന്നയിച്ച ഒരു ജെന്യുവിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പം ഇതുവരെ ആ പ്രദേശവാസികളെ, പ്രത്യേകിച്ച് തീരദേശവാസികളെ ഒരു വിശ്വാസത്തിൽ എടുത്തുകൊണ്ടുള്ള ഒരു നടപടികൾ അത് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നത് വ്യക്തമല്ലേ ശ്രീ ഷെറി?
അതെ, അങ്ങനെയാണെങ്കിൽ കേസ് പിൻവലിക്കുമായി ബന്ധപ്പെട്ട് ഒരു കേസെങ്കിലും തീർന്നതിന്റെ ഉത്തരവിറങ്ങണ്ടേ? യെസ്. ശരിയാണ്, ചില കേസുകൾ നോൺ ബെയിലബിൾ ഒഫൻസ് ആയതുകൊണ്ടും നോൺ കോമ്പൗണ്ടബിൾ ആയതുകൊണ്ടും കോടതിയുടെ പെർമിഷൻ വേണം, ശരിയാണ്. പക്ഷേ എത്രയോ കേസുകൾ അതല്ലാതെ പോലീസിന് റിപ്പോർട്ട് കൊടുക്കുന്ന സമയത്ത് ഇത് സെറ്റിലായി എന്ന് പറഞ്ഞ് കൊടുക്കാം. അങ്ങനെ പോലും ഒരു കാര്യങ്ങൾ ഇതുമായി ബന്ധിപ്പിച്ച് പറയാനുള്ള കാര്യങ്ങൾക്ക് തെളിവായിട്ട് സൂചിപ്പിക്കാനുള്ളത്. ഓക്കെ. ശ്രീ പാട്രിക്, ഞാൻ അങ്ങയിലേക്ക് വരികയാണ്. പ്രത്യേകിച്ച് അവിടുത്തെ ഒരു ഗ്രൗണ്ട് റിയാലിറ്റി അങ്ങേക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കും. അങ്ങ് തിരുവനന്തപുരം അതിരൂപത അംഗമാണ്. ഈ തിരുവനന്തപുരത്തെ മത്സ്യത്തൊഴിലാളി സമരം എന്തിന്? നമുക്കറിയാം 2022 അവിടെ സെക്രട്ടേറിയറ്റ് പടിക്കൽ ആ സമരം ആരംഭിക്കുന്ന ആ ഒരു ഘട്ടത്തിൽ പുറത്തിറക്കിയ ഒരു KRLCCയുടെ സോഷ്യോ പൊളിറ്റിക്കൽ കമ്മിറ്റി ഓഗസ്റ്റ് 2-ാം തീയതി പുറത്തിറക്കിയ ഒരു ലഘുലേഖയുണ്ട്. അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്, പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിലെ പനത്തുറ മുതൽ വേളി വരെയുള്ള തീരപ്രദേശങ്ങളിലെ ഒരു തീര ശോഷണം, നിലവിൽ അവിടെ നേരിട്ടുകൊണ്ടിരിക്കുന്ന അവിടുത്തെ പ്രതിസന്ധികൾ, ഈ തുറമുഖ നിർമ്മാണം 1/3 ഭാഗം പിന്നിട്ടപ്പോഴും അവിടെ നേരിടുന്ന തീര ശോഷണവുമായി ബന്ധപ്പെട്ട പ്രശ്നം, ഈ പുലിമുട്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രശ്നം, അവിടെ ഗോഡൌണുകളിൽ അന്ന് നരകിച്ചു കഴിഞ്ഞിരുന്ന കുടുംബങ്ങളുടെയൊക്കെ ഒരു നേർചിത്രമൊക്കെ നാം കണ്ടതാണ്. നിലവിലെ അവിടുത്തെ ഒരു ഗ്രൗണ്ട് റിയാലിറ്റി എന്താണ് ശ്രീ പാട്രിക് മൈക്കിൾ? ചില കാര്യങ്ങൾ ഒന്ന് സ്പെസിഫൈ ചെയ്ത് പറയുന്നത് നല്ലതായിരിക്കും. നേരത്തെ ശ്രീ ഷെറി സൂചിപ്പിച്ചതുപോലെ അവിടെ എടുത്ത കേസുകൾ അഭിമന്യ നെറ്റോ പിതാവ് ഉൾപ്പെടെയുള്ള അഭിമന്യ പിതാക്കന്മാർക്കെതിരെ, വൈദികർക്കെതിരെ, സാധാരണക്കാരായിട്ടുള്ള വിശ്വാസികൾക്കെതിരെ ഒക്കെ കേസ് എടുത്തിട്ടുണ്ട്. അത് ചില കേസുകളൊക്കെ പിൻവലിക്കും എന്ന് ഗവൺമെന്റ് അവകാശപ്പെടുന്നു. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് നടപടികളൊന്നും ഉണ്ടായില്ല എന്ന് ശ്രീ ഷെറി ചൂണ്ടിക്കാണിക്കുന്നു. ഈ കേസ് എടുത്തത് കൊണ്ട് അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളെ എത്രത്തോളം അത് ഗുരുതരമായിട്ട് ബാധിച്ചിട്ടുണ്ട്? നിലവിലെ ഒരു തീരശോഷണത്തിന്റെ ഒരു അവസ്ഥ എന്താണ്? ഒപ്പം തന്നെ ഈ തുറമുഖ നിർമ്മാണവുമായി ബന്ധപ്പെട്ട അവിടുത്തെ സ്വാഭാവികമായിട്ടുള്ള മത്സ്യ സമ്പത്തിനെ അത് എത്രത്തോളം ഗുരുതരമായിട്ട് ബാധിച്ചിട്ടുണ്ട്? ഒരു കാര്യം കൂടി, പ്രത്യേകിച്ച് വിഴിഞ്ഞം മത്സ്യ ഹാർബർ, അതിന്റെ ഒരു ഭാവി എന്തൊക്കെയാണ്? ആ ഒരു ഗ്രൗണ്ട് റിയാലിറ്റി അങ്ങൊന്ന് പങ്കുവെക്കാമോ ശ്രീ പാട്രിക്? ഇത് എന്താ പറയാ, വികസനം വളരെ വേഗത്തിൽ, ഉസൈൻ ബോൾട്ടിന്റെ വേഗത്തിൽ പോകുമ്പോഴും മത്സ്യത്തൊഴിലാളികളുടെയും തീരദേശവാസികളുടെയൊക്കെ പ്രശ്നങ്ങൾ ഒച്ചിന്റെ പോലും വേഗത്തിൽ സർക്കാർ കാണുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ ഒരു വിഷയം. അന്ന് ഈ സമരവുമായി ഇറങ്ങിയ ആ സമയത്ത് നിലനിന്നിരുന്ന അതേ പ്രശ്നങ്ങൾ ഇന്നും നിലനിൽക്കുന്നുണ്ട്. നമ്മൾ ആ സമരവുമായി ഇറങ്ങുമ്പോൾ കൃത്യമായി പറഞ്ഞ ഒരു കാര്യം, അതിലാദ്യത്തെ കാര്യം തന്നെയാണ് നമ്മുടെ ഈ പദ്ധതി താൽക്കാലികമായി നിർത്തിവെച്ചുകൊണ്ട് ഒരു പഠനം നടത്തണം. എനിക്കൊന്ന് അഡ്വക്കേറ്റ് ഷെറി തോമസ് ഇവിടെ സൂചിപ്പിച്ചു. ആ പഠന റിപ്പോർട്ട് എപ്പോഴും മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്തുണ്ടാകും. ആ റിപ്പോർട്ട് എന്തുകൊണ്ട് പുറത്തുവിടുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് ആ പഠനത്തിൽ പോലും കൃത്യമായി കാര്യങ്ങൾ പറയുന്നുണ്ടാവും എന്നാണ് നമ്മൾ ഇപ്പോൾ സംശയിക്കുന്നത്. ആ റിപ്പോർട്ടിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ടാവും, വിഴിഞ്ഞം പദ്ധതി വന്നത് മൂലം വളരെ വൻതോതിലുള്ള കടലാക്രമണം ഉണ്ടാവുന്നു, തീരശോഷണം ഉണ്ടാവുന്നു. അതുകൊണ്ട് തന്നെയാണ് ഭവനങ്ങൾ നഷ്ടപ്പെടുന്നതും തീരങ്ങൾ നഷ്ടപ്പെടുന്നതും എന്നൊക്കെ ഇതിൽ ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾ സംശയിക്കുന്നത്. അതല്ലെങ്കിൽ അവര് ഈ പാർലമെന്റ് ഇലക്ഷന് മുമ്പ് അത് പുറത്തുവിടുകയും അവർക്ക് അവരുടേതായിട്ടുള്ള ചില നേട്ടങ്ങൾ കൊയ്യാനായിട്ട് നിൽക്കുകയും ചെയ്യും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. രണ്ട്, ഈ ഗോഡൌണുകളിലും അതുപോലെ തന്നെ ക്യാമ്പുകളിലും പാർത്തിരുന്ന ആളുകളെ ഈ സമരവുമായി ബന്ധപ്പെട്ട് നിർത്തിയപ്പോൾ 5500 രൂപ വാടക നൽകാമെന്നുള്ള രീതിയിലാണ് അവരെ അവിടെ നിന്ന് മാറ്റിപ്പാർപ്പിച്ചത്. പലരും വാടകയ്ക്ക് പോയിട്ടുണ്ട്, പക്ഷേ ഇന്നും വാടക കിട്ടാത്ത ആളുകൾ ഉണ്ട്. ഇപ്പോൾ പോലും കടലാക്രമണത്തിൽ വീട്ടിൽ താമസിക്കാൻ കഴിയാതെ മാറി താമസിക്കുന്ന ആളുകളുണ്ട്. ഈ അടുത്ത കാലത്ത് പോലും അവരവിടെ പോകുമ്പോഴത്തേക്ക് ഇനി നിങ്ങൾക്ക് വാടക തരാൻ സാധിക്കില്ല എന്നുള്ള മറുപടിയാണ് ഉദ്യോഗസ്ഥർ നൽകുന്നത് എന്ന്. അപ്പോൾ അത്തരത്തിൽ ആളുകളെ സംരക്ഷിക്കുമെന്നുള്ള വ്യാജേനെ, ആളുകളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുന്ന വ്യാജേനെ പല കാര്യങ്ങളും പറയുകയും എന്നാൽ അതൊന്നും ചെയ്യാതെ വരികയും ഉണ്ടാകുന്ന സാഹചര്യം. ഇപ്പോൾ അതിലുണ്ടായിരുന്ന ഒരു വലിയൊരു കാര്യം തന്നെയാണ്, ഞങ്ങൾ അന്ന് കൃത്യമായി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം തന്നെ മുതലപ്പൊടിയിൽ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് മണലും പാറകളും മറ്റു സാമഗ്രികളും ഒക്കെ കൊണ്ടുവരാൻ അദാനിക്ക് ഇത് കൊടുക്കുകയും അദാനി അതിനാവശ്യമായ ബാർജ് അവിടെ നിർമ്മിക്കുകയും ആ ബാർജിൽ നിന്നും അവര് ആവശ്യാനുസരണം സാധനങ്ങൾ എത്തിക്കുകയും ചെയ്തു. അപ്പോൾ അവിടെ നിലവിലുണ്ടായിരുന്ന പുലിമുട്ട് തകർത്തുകൊണ്ടാണ് അവർ ബാർജ് നിർമ്മിച്ചത്. ആ തകർത്ത പുലിമുട്ടിന്റെ ഭാഗമായി ആ പൊഴിയിൽ കിടക്കുന്ന മുതലപ്പൊഴിയിൽ കിടക്കുന്ന കല്ലുകളിലാണ് ഈ വള്ളങ്ങൾ അടിക്കുകയും അവിടെ ബുദ്ധിമുട്ടുണ്ടാവുകയും ആളുകൾ മരിക്കുകയും ഒക്കെ ചെയ്യുന്നത് അതാണ്.
സാറ് ശരി സാർ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ ഒരു കരാർ സർക്കാരുമായി ഉണ്ട് എന്ന് ഒരു മിഥ്യാധാരണ നമുക്കുള്ളിൽ ഉണ്ടാക്കുകയും MOU മാത്രമാണ് ഉള്ളത് എന്നുള്ളത് ഇപ്പോഴാണ് പുറത്തു വരികയും ചെയ്യുന്നത്. അപ്പോൾ ഇത് ആരെ സഹായിക്കാനാ? ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് സർക്കാർ നിലകൊള്ളുന്നത്? ഈ സ്വപ്ന പദ്ധതി വരുമ്പോൾ മറ്റുള്ളവരുടെ സ്വപ്നങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ടാണോ? ഞങ്ങൾക്കുമില്ലേ സ്വപ്നങ്ങൾ, തീരദേശവാസികളെ ഞങ്ങൾക്കില്ലേ സ്വപ്നങ്ങൾ? 128 ആളുകൾ സ്വന്തം ഭവനങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ വലിയതുറയിലും കൊച്ചുതോപ്പിലെയും നിവാസികൾ മാത്രം ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത ഒരു കേസുണ്ട്. അതിൽ എന്റെ വീട് ഉൾപ്പെടെ പോയി ഞാനും അതിന്റെ ഒരു ഭാഗമായിട്ടുള്ള ഒരാളാണ്. ഞാൻ ജനിച്ചു വളർന്ന എന്റെ അച്ഛനും അമ്മയും ഒക്കെ ജീവിച്ചിരുന്ന പിന്നെ എന്റെ സഹോദരങ്ങൾ ജീവിച്ചിരുന്ന വീട് ഇന്ന് എനിക്ക് കാണിക്കാൻ പറ്റുന്നത് കടലിലോട്ട് മാത്രമേ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. ശംഖുമുഖം, ഞാനിപ്പോ എടുത്തു പറയേണ്ടത് ശംഖുമുഖം പ്രദേശം എല്ലാവർക്കും അറിയാം. കേരളത്തിലെ അല്ല, ഇന്ത്യയിലെ അല്ല, ലോകത്തിലെ എല്ലാവർക്കും ശംഖുമുഖം ബീച്ച് അറിയാം. ഈ കഴിഞ്ഞ 2-3 ഘട്ടങ്ങളുടെ പബ്ലിക് ഹിയറിംഗുമായി ബന്ധപ്പെട്ട് അവർ പുറത്തിറക്കിയ പാരിസ്ഥിതിക പഠന റിപ്പോർട്ട് എന്ന് പറഞ്ഞ് ഒരെണ്ണം ഇറക്കി. അതിൽ അവർ പറയുന്നത് ശംഖുമുഖത്ത് തീരം വെച്ചുവെന്ന്. ഞാന് അവിടെ ഈ പബ്ലിക് ഹിയറിംഗിൽ പങ്കെടുത്തുകൊണ്ട് അതിൽ ഈ പഠനത്തിന്റെ ഭാഗമായിട്ടിരുന്ന ഒരു വ്യക്തിയോട്, അല്ലെങ്കിൽ അതിന്റെ ഒരു ഭാഗമായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനോട് ഞാൻ പറഞ്ഞു, സാർ ഒരു സമയം തരികയാണെങ്കിൽ ഞാൻ തന്നെ വണ്ടി കൊണ്ടുവന്ന് സാറിനെ കൊണ്ടുപോയി ഞാൻ ശംഖുമുഖം കാണിക്കാം, തിരിച്ചു വന്ന തീരമൊന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരാം. കാരണം അതിന് തൊട്ട് മുമ്പ് ഒരു 3 ദിവസം മുമ്പ് ഞാൻ എടുത്ത ചിത്രം എന്റെ മൊബൈലിൽ ഇപ്പോഴും ഉണ്ട്. ആ ചിത്രം ഉൾപ്പെടെയുള്ള ഫോട്ടോകൾ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ അവിടെ പബ്ലിക് ഹിയറിംഗിന് വേണ്ടിയിട്ട് ഇത് കൊടുത്തത്. ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ എന്താണെന്നുള്ളത് ഞങ്ങൾ അവിടെ കൊടുത്തിട്ടുള്ളൂ. പഠനം നടക്കട്ടെ, അതുമായി ബന്ധപ്പെട്ട് വികസനം നടക്കട്ടെ, കാര്യങ്ങൾ നടക്കട്ടെ. ഒരു പഠനം നടക്കുമ്പോൾ ആ പഠനവുമായി ബന്ധപ്പെട്ട് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകട്ടെ. അത് പരിഹരിക്കുക എന്നുള്ളത് സർക്കാരിന്റെ കൂടി കാര്യമല്ലേ? സർക്കാർ എന്തുകൊണ്ട് ഈ ഒരു ഇങ്ങോട്ട് വരുമ്പോൾ ഒരു മെല്ലെ പോക്കും അങ്ങോട്ട് പോകുമ്പോൾ ഒരു അതിവേഗ പോക്കും പോകുന്നത് എന്തുകൊണ്ടെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. അദാനിക്ക് നൽകേണ്ട കാര്യങ്ങൾ ഇപ്പോൾ തന്നെ ഞാൻ പറയാം, അമുഖമായിട്ട് തന്നെ പറയും. ഇപ്പോൾ നടക്കുന്ന ഈ ഒരു ഷിപ്പ് വരുന്നു, കണ്ടെയ്നർ ഷിപ്പ്, മദർ ഷിപ്പ് വരുന്നു, അതിന് ഇത്രയും വലിയ കൊട്ടിയാഘോഷിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. ഈ കോടാനുകോടി രൂപ അതിനുവേണ്ടി മാത്രം ചിലവഴിക്കുന്നു. പാവപ്പെട്ട ആളുകൾക്ക് വാടക കൊടുക്കാൻ കാശില്ല. ഇപ്പൊ പെൻഷന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ് ഈ വാടക കൊടുക്കുന്ന കാര്യത്തിൽ. ചിലർക്ക് കിട്ടുന്നില്ല, ചിലർക്ക് ലഭിച്ചുകൊണ്ടിരുന്നത് പകുതിയിൽ വെച്ച് നിർത്തി, ചിലർക്ക് കൊടുക്കുന്നത് പകുതി കാലുമൊക്കെയാണ്. അത്തരത്തിൽ ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന രീതി. അത് മാത്രമല്ല, ഇനിയിപ്പം പറഞ്ഞ ആ കാര്യങ്ങളിൽ ഒരെണ്ണം, ഈ കാലാവസ്ഥാ വ്യതിയാനം മൂലം ചില ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ കടലിൽ പോകരുത് എന്ന് മുന്നറിയിപ്പ് കൊടുക്കുന്ന ദിവസങ്ങളിൽ അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ തുക കൃത്യമായി കൊടുക്കുന്നില്ല. ആ പറയുന്ന ദിവസങ്ങൾ ഇപ്പൊ 15 ദിവസം 25 ദിവസമാണ് ഒരു വർഷത്തിൽ അവർ പറയുന്നുവെന്ന് അവർ കാൽക്കുലേറ്റ് വെച്ചിരിക്കുന്നത് പോലും പിന്നീട് അത് കൊടുത്തു വരുമ്പോൾ 10 ദിവസമോ 12 ദിവസമായി ചുരുങ്ങുന്നു. അപ്പോൾ അത്തരത്തിലുള്ളത്. ഇനിയിപ്പം അവിടുത്തെ ഭവനങ്ങളുടെ കാര്യം പറയാം. 400ഓളം കുടുംബങ്ങൾ ഭവനരഹിതരായി. ആ 400ഓളം കുടുംബങ്ങൾക്കുള്ള വീടുകൾ വെക്കുന്നു. ഞാൻ ഒന്ന് ഇടപെടുകയാണ് ശ്രീ പാട്രിക്. നമുക്കറിയാം 2022 ഡിസംബർ മാസത്തിലാണ് ഈ വിഴിഞ്ഞം സമരം അവസാനിക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 1.5 വർഷത്തോളം അടുക്കുന്നു. അതിനുശേഷവും അവിടെ നടന്നിട്ടുള്ള, പ്രത്യേകിച്ച് അവിടുത്തെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ ഭവനങ്ങൾക്കും അവരുടെ ആവാസ വ്യവസ്ഥയ്ക്കും ഒക്കെ സംഭവിച്ചിട്ടുള്ളൊരു നഷ്ടം, അതിനുശേഷം ഉണ്ടായ നഷ്ടം, തീര ശോഷണത്തിന്റെ കണക്കുകൾ, അതിന്റെ ഒരു റിയാലിറ്റി അങ്ങൊന്ന് പങ്കുവെക്കാം. ഓൾറെഡി നമ്മൾ ഈ സമരത്തിന് ഇറങ്ങുമ്പോൾ തന്നെ പോകാനുള്ള ഏകദേശം വീടുകളും പോയി കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഇത് പലപ്പോഴായിട്ട് സർക്കാരിന്റെ മുന്നിൽ നിവേദനമായിട്ടും അല്ലാതെ മുന്നിൽ പോയി തന്നെ വാക്കാലും ഒക്കെ പറഞ്ഞ് പല ഓഫീസുകളും കയറി ഇറങ്ങിയിട്ടും അതിനൊരു പരിഹാരം കാണാത്ത ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ സമരവുമായി ഇറങ്ങിയത്, ഒരു പ്രതിഷേധവുമായി ഇറങ്ങിയത്. അതെന്ന് പറഞ്ഞാൽ സർക്കാരിന്റെ കണ്ണ് തുറക്കുക, ഞങ്ങൾക്ക് ഇത്ര ബുദ്ധിമുട്ടുകളുണ്ട് എന്നുള്ളതായിരുന്നു. അതല്ലാതെ ആരെയും ശത്രുവായി കാണാനോ ആരുടെയെങ്കിലും പദ്ധതിയിൽ ചവിട്ടി നിർത്താനോ ഒന്നും അല്ലായിരുന്നു. അത് പലരും തെറ്റിദ്ധാരണകൾ കൊണ്ട് പറയുന്നതാണ്. ഞങ്ങൾ ആരെയും ഇടിഞ്ഞത്ത് പോയപ്പോഴും ഞങ്ങൾ അവിടെ ഒന്നും ഇതാക്കാൻ പോയില്ല. പക്ഷേ ഞങ്ങളുടെ ഭവനങ്ങളും സംരക്ഷിക്കപ്പെടണം, ഞങ്ങളുടെ തീരവും സംരക്ഷിക്കപ്പെടണം എന്നുള്ള കാര്യങ്ങൾ കൊണ്ടാണ് അവിടെ ഞങ്ങൾ ഇതാക്കിയത്. ഇന്ന് 400 ഭവനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുള്ള സ്ഥിതിക്ക് 400 ഭവനങ്ങൾ അവിടെ വെക്കുന്നുണ്ട്. പക്ഷേ അത് 2 വർഷമായിട്ടും ഇതുവരെയും ആർക്കും ഒരു ഭവനം പോലും കൊടുക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. ഈ ഗോഡൌണുകളിൽ കിടന്ന ക്യാമ്പുകളിൽ കഴിഞ്ഞ ആളുകൾക്ക് ഭവനം കൊടുക്കണ്ടേ? ഇനി ചിലരൊക്കെ ഭവനം, അവരുടെ ഒരു അവസ്ഥ എന്താണ്? ഈ ഗോഡൌണുകളിൽ, പ്രത്യേകിച്ച് വലിയതുറ മേഖലയിലൊക്കെ കഴിഞ്ഞ പാവപ്പെട്ടവരുടെ അവരുടെ ഒരു അവസ്ഥ ഇപ്പോൾ എന്താണ്? അവരുടെ അവസ്ഥ എന്ന് പറയുന്നത് അവര് വാടക വീടുകളിലാണ് കഴിയുന്നത്.
ആ വാടക വീടുകൾ കഴിയുമ്പോൾ വാടക കൃത്യമായി ലഭിക്കാത്തത് മൂലം അവർ കയ്യിൽ നിന്നും വാടക കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. അതായത് ഈ കാരണം ഗവൺമെന്റ് പറഞ്ഞ ഈ 5500 രൂപ പ്രതിമാസ വാടക അത് കൃത്യമായിട്ട് ലഭിക്കുന്നില്ല അല്ലെ? ലഭിക്കുന്നില്ല, കൃത്യമായി ലഭിക്കുന്നില്ല. ഓക്കെ. അത് മാത്രമല്ല, ലഭിക്കാത്തത് കാരണം അത് മാത്രമല്ല, ലഭിക്കണമെങ്കിൽ പോലും വാടക കരാറ് കാണിക്കണം. ഓക്കെ. അവര് ഫിഷറീസിൽ അംഗത്വമുള്ളത് കാണിക്കണം. ഉം. അവരുടെ ബാറ്റ്, റേഷൻ കാർഡ്, ആധാർ കാർഡ് എന്ന് തുടങ്ങി എല്ലാ സാധനങ്ങളും അവിടെ എത്തിച്ചിട്ടുണ്ട്, ബാങ്ക് അക്കൗണ്ട് ഉൾപ്പെടെ. ഓക്കെ. പക്ഷേ അത് പലർക്കും ലഭിക്കാത്ത ഒരു സാഹചര്യമാണുള്ളത്. അതെന്നാൽ ചിലർക്ക് ഇപ്പോൾ ഒരു 2 മാസം കിട്ടിയാൽ പിന്നെ ഒരു 3 മാസം കിട്ടില്ല. ഓക്കെ. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഓക്കെ. പിന്നെ ഈ മുട്ടുതറയിലെ ഈ ഫ്ലാറ്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് യെസ് അവിടെ മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ ഫ്ലാറ്റുമായി ബന്ധപ്പെട്ട ഈ വലയും മറ്റു ഉപകരണങ്ങളും സൂക്ഷിക്കാനായി പൊതുവായ ഒരു സ്ഥലം ഒരുക്കും, അങ്ങനെയൊക്കെ വാഗ്ദാനങ്ങളൊക്കെ നൽകിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ ഒരു അപ്ഡേഷൻ പങ്കുവെക്കാമോ? ഞാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ ഇതൊക്കെ പൊതുജനങ്ങളിലേക്ക് എത്തിക്കും. കാരണം വാഗ്ദാനങ്ങൾ പലതും ഉണ്ടായിട്ടുണ്ട്. ആ വാഗ്ദാനങ്ങൾ പലതും നടക്കാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ. ഈ ജനങ്ങൾക്ക് വീട് കൊടുത്തില്ല എന്നുള്ളത് മാത്രമല്ല, ഇപ്പം പൊതുവായ ജനങ്ങൾക്ക് അവരുടെ വലകളും അവരുടെ യാനങ്ങളും വെക്കാനായിട്ട് സ്ഥലം ഉണ്ടാക്കുമെന്ന് പറയും. അത് എവിടെയാണ് ഉണ്ടാക്കിയതെന്ന് ചോദിക്കും. ഒരെണ്ണം പോലും ഉണ്ടാക്കിയിട്ടില്ല. എന്റെ വീടിരുന്ന ഭാഗം മുതൽ ശംഖുമുഖം വരെ എത്തുന്ന സ്ഥലത്ത് ഈ തീരം സംരക്ഷിക്കാനായിട്ട് കല്ലുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അവിടെ ഇപ്പോൾ ഒരു 1/2 കിലോമീറ്ററോളം കല്ലുകൾ ഇടാനുണ്ട്. അവിടുത്തെ MLA പലപ്പോഴായി പോയി പറഞ്ഞു. ഞാൻ തന്നെ നേരിട്ട് പോയി പറഞ്ഞ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ അവിടുത്തെ ഇടവകകൾ കൂടി ഒരുമിച്ച് പോയി പറഞ്ഞു, ഇടവകകൾ തനിച്ചു പോയി പറഞ്ഞു, അവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുമിച്ച് പോയി പറഞ്ഞു. MLA ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനു മുമ്പും ഇവിടെ വീടുകൾ പോയിട്ടില്ലേ? വീടുകൾ പോയപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്തത്, അതല്ലെങ്കിൽ മറ്റുള്ളവർ എന്താണ് ചെയ്തത് എന്ന് പറയും. ഞങ്ങളെ ഒരുമാതിരി പുച്ഛിക്കുന്ന രീതിയിലുള്ള സംസാരമാണ് ആന്റണി രാജു MLA ഭാഗത്തു നിന്നുണ്ട്. അപ്പം അത് സർക്കാരോ അല്ലെങ്കിൽ അവിടെ പ്രതിനിധാനം ചെയ്യുന്ന MLA തീരം സംരക്ഷിക്കാനോ തീരദേശവാസികളുടെ കാര്യങ്ങൾക്കുള്ള പരിഹാരം കാണാനോ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു സങ്കടകരമായ. ഓക്കെ. മറ്റു വിഷയങ്ങൾ അടുത്ത ഘട്ടത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ചർച്ച ചെയ്യാം. ശ്രീ ടി ദേവപ്രസാദ്, നമുക്കറിയാം മാധ്യമങ്ങൾ ഈ ദിവസങ്ങളൊക്കെ വാർത്തയ്ക്ക്, പ്രത്യേകിച്ച് ഈ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് വലിയ രീതിയിലുള്ളൊരു ഹൈപ്പ് കൊടുക്കുന്നുണ്ട്. വികസന കുതിപ്പ്, കേരളത്തിന്റെ വികസന സ്വപ്നങ്ങൾ ചിറകണിഞ്ഞിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിലുള്ള ക്യാപ്ഷനിലൊക്കെ വാർത്തകൾ കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ മത്സരമാണ്. ഈ പദ്ധതിയുടെ ഒരു പിതൃത്വം ഏറ്റെടുക്കാൻ വേണ്ടി രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ മത്സരമാണ്. ഏറ്റവും ഒടുവിൽ ഇന്ന് ശശി തരൂർ MPയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് തീരദേശവാസികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണം, താൻ അവിടുത്തെ ആ ഒരു ട്രയൽ റണ്ണിൽ പങ്കെടുക്കില്ല, അതിനോടുള്ളൊരു ഒരു പ്രതിഷേധ സൂചകമായി എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്കറിയാം ഈ വികസന കുതിപ്പ് തീർച്ചയായിട്ടും വേണം. വിഴിഞ്ഞം പോലുള്ള നല്ല നല്ല ഈ പറയുന്ന ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിച്ചുകൊണ്ടുള്ള പദ്ധതികൾ വേണം. പക്ഷെ ആ ഒരു വികസന കുതിപ്പ്, അവിടെ ആ വികസന പദ്ധതി നടപ്പാക്കുന്ന ആ മേഖലയിലെ എല്ലാ ജനങ്ങൾക്കും ആ ഒരു വികസന കുതിപ്പ് വേണ്ടേ? ഈ സ്വപ്നങ്ങൾ ചിറക് വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ പ്രദേശത്തെ പാവപ്പെട്ടവരുടെ സ്വപ്നങ്ങൾക്കും ചിറക് വരേണ്ടതല്ലേ? അവരെയൊക്കെ ഒഴിവാക്കി, അവരെ കണ്ടില്ല എന്ന് നടിച്ച്, നേരത്തെ നമ്മുടെ പാനലിസ്റ്റ്, നമ്മുടെ അതിഥികൾ സൂചിപ്പിച്ചതുപോലെ ചില കാര്യങ്ങൾക്ക് ഒരു ഉസൈൻ ബോൾട്ടിന്റെ ഒരു വേഗത, പക്ഷേ ചില കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ഒരു ഒച്ചൊഴിയുന്ന ഒരു വേഗത, അത് എത്രത്തോളം ഒരു ആശങ്കയാണ്, ഒരു ഇംബാലൻസ് ആണ് പ്രത്യേകിച്ച് കേരളത്തിലെ സാമൂഹിക അവസ്ഥയിൽ, പ്രത്യേകിച്ച് അത്തരം വികസന പദ്ധതികൾ പ്രാവർത്തികമാകുന്ന അത്തരം പ്രദേശങ്ങളിൽ സൃഷ്ടിക്കുന്നത്? ശ്രീ ടി ദേവപ്രസാദ്. വിഴിഞ്ഞം തുറമുഖത്തെക്കുറിച്ച് വളരെ വലിയ പ്രതീക്ഷകളാണ് സർക്കാർ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അതെന്തുമാത്രം യാഥാർത്ഥ്യമാകുമെന്നുള്ളതിനെ കുറിച്ച് സംശയമുള്ളവർ ധാരാളം പേരുണ്ട്. പിന്നെ ഒരു പ്രതീക്ഷയുള്ളത് അദാനി ആണ് ഇത് നടത്തുന്നതെന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് കേന്ദ്രത്തിലൊക്കെയുള്ള സ്വാധീനം ഉപയോഗിച്ച് പലതും നടന്നേക്കും എന്നൊരു പ്രതീക്ഷയുണ്ട്. അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ച് എറണാകുളം ടെർമിനലിന്റെ ഒരു സ്ഥിതി അറിയാവുന്ന, അവിടെ എന്താ നടന്നിരിക്കുന്നതെന്ന് അവിടെ നിന്ന് പങ്കെടുത്ത അഡ്വക്കേറ്റിനറിയാം. അവിടെ കാര്യമായ ഒരു പുരോഗതിയും വികസനവും നടന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നില്ല. അപ്പോൾ ഒന്നാമത് ഈ വികസന കുതിപ്പ് എന്നൊക്കെ പറഞ്ഞ്, പിന്നെ പത്രക്കാർക്ക് ഈ ഞാൻ പലപ്പോഴും ഇപ്പൊ മനസ്സിലാക്കിയിരിക്കുന്നത്, അവർ കാര്യങ്ങളൊന്നും പഠിക്കുകയില്ല. അന്നത്തെ ഒരു പിന്നെ സർക്കാർ നൽകുന്ന അല്ലെങ്കിൽ തുറമുഖത്തിന്റെ ആൾക്കാർ നൽകുന്ന ഒരു PR സാധനം ഉപയോഗിച്ച് ഒരു ഭയങ്കര പഠനം നടത്തുന്ന മട്ടിലുള്ള റൈറ്റപ്സ് ഒക്കെ എഴുതും. അത് കഴിഞ്ഞ് തീർന്നു. ഇനി അടുത്ത് കഴിഞ്ഞ് കുറെ കഴിഞ്ഞ് ദുരന്തം ഉണ്ടാവുകയാണ്, അന്നേരം അവരവരുടെ കൂടെ കൂടെ. ഇപ്പൊ നമ്മൾ ചാരക്കേസിന്റെ കാര്യത്തിൽ കാണുന്നില്ല, അന്ന് ഈ നമ്പിനാരായണനെയൊക്കെ കൊന്നു കൊല വിളിച്ചവർ ഇപ്പം CB മാത്യുവിനെയൊക്കെ കൊന്നു കൊല വിളിക്കാൻ നടക്കുക. ഇതാണ്
മാധ്യമങ്ങളിൽ നിന്ന് ഞാനിപ്പോൾ കാണുന്ന ഒരു പ്രവണത. കാരണം ഗൗരവതരമായി പഠിച്ചിട്ട് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തിയിട്ട് ഒരു പഠനം നടത്തുന്നത് നമ്മൾ കാണുന്നില്ല. ഇക്കാര്യത്തിൽ എന്നും ഒരു സ്റ്റഡി ആയിട്ടുള്ള ഒരു നിലപാടെടുത്തിരിക്കുന്നത് തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയാണ്. 1995 ഈ പദ്ധതി തുടങ്ങുന്നതെന്ന് പ്ലാനിട്ട കാലം മുതൽ ഇത് ജനങ്ങൾക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാകും, അത് ജനങ്ങളുടെ ബുദ്ധിമുട്ട് പരിഹരിക്കണം എന്നുള്ളൊരു നിലപാടെടുത്തു. 2015 ഈ പദ്ധതി, നമ്മളിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഇതൊരു വലിയ പദ്ധതിയാണ്, ഇതെന്ത് ഫലമുണ്ടാക്കുമെന്ന് നമുക്കറിയത്തില്ല, പക്ഷെ ഫലമുണ്ടാക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നമ്മുടെ. ഈ പദ്ധതിയുടെ ഒരു പിതൃത്വം ഉമ്മൻചാണ്ടിയുടെ മാത്രമാണ്, അല്ലാതെ ഉമ്മൻചാണ്ടി അന്ന് ഒത്തിരി തടസ്സങ്ങളെ നേരിടണം. പക്ഷെ ഉമ്മൻചാണ്ടി അന്ന് 471 കോടിയുടെ ഒരു പുനരധിവാസ പദ്ധതി ഈ തീരദേശത്ത് ഈ വീട് നഷ്ടപ്പെടുന്നവർക്കും തൊഴിലിന്റെ സൗകര്യങ്ങൾ നഷ്ടപ്പെടുന്നവർക്കും വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പദ്ധതി എവിടെ പോയി എന്ന് പോലും ഇപ്പൊ ആർക്കും അറിയത്തില്ല. ഒരു പത്രക്കാരനും അതിനെക്കുറിച്ച് പഠിക്കുന്നില്ല. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ഈ ഓഗസ്റ്റ് മാസത്തിൽ നടന്ന 102 ദിവസം 110 ദിവസം നീണ്ട ഒരു സമരത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു. ഇപ്പൊ പറഞ്ഞ് ആ സമരത്തെ അടിച്ചമർത്തുമായിരുന്നു, അല്ല സമരം അവസാനിപ്പിച്ചു ഒത്തുതീർപ്പായി എന്നൊക്കെ പറയുന്നത് ഫേസ് ഷേവിങ്ങിന് പറഞ്ഞാലും അന്നത്തെ ആ സമരത്തെ അടിച്ചമർത്തുമായിരുന്നു. ആർച്ച് ബിഷപ്പ്മാർ വന്യ വയോധികനായ സൂസഭാഗ്യം പ്രസാദിനെതിരെ വരെ ആക്രമണത്തിന് കേസെടുത്ത് പ്രതിയാക്കി. ഇപ്പോഴും ആ കേസൊന്നും പിൻവലിച്ചിട്ടില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെ ഒരു അടിച്ചമർത്തിയത് പിന്നെ അന്ന് ആ സമരം കൊണ്ടുണ്ടായ ഒരു നേട്ടം, വിഴിഞ്ഞത്ത് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് ലോകം അറിഞ്ഞു എന്നുള്ളതാണ്. വിഴിഞ്ഞത്ത് ഈ തുറമുഖം വരുന്നത് കൊണ്ട് ജനങ്ങൾക്ക് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് എന്നുള്ളത് ഈ ലോകത്തെ അറിയിക്കാൻ ആ സമരത്തിന് സാധിച്ചു. അല്ലാതെ ആ സമരം കൊണ്ട് എന്തെങ്കിലും ഇന്നിപ്പോ ഇവിടെ അവിടെ പങ്കെടുത്തവരൊക്കെ അല്ലേ ഇവിടെ ഇരുന്ന് പറഞ്ഞത്, ഒന്നും ഉണ്ടായിട്ടില്ല. മുട്ടത്തറയിലെ വീടെന്ന് എപ്പോഴും പറയും. മുട്ടത്തറയിലെ വീട് അങ്ങനെ കഴിയുന്നു, അവർക്ക് ആർക്കും താമസിക്കാൻ പറ്റുന്നില്ല. ഈ 5500 രൂപ കൊടുക്കാമെന്ന് പറഞ്ഞാൽ അത് ആദ്യം അതിരൂപത അത് മേടിക്കാൻ വിസമ്മതിച്ചതാണ്. പക്ഷെ കുറെ പേര് പോയി മേടിച്ചു. ഇതിനകത്ത് ഇങ്ങനെ ഒരു പ്രശ്നം, ഇതിനകത്തൊരു ഭിന്നത ഉണ്ടാക്കാൻ ഗവൺമെന്റിന് സാധിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ അവിടെ തിരുവനന്തപുരത്ത് വിഴിഞ്ഞം തുറമുഖത്ത് ക്രെയിൻ വന്ന ഒരു മീറ്റിംഗിൽ വിഴിഞ്ഞം പള്ളിയുടെ വികാരി എല്ലാം പോയി പങ്കെടുത്തു. മാസത്തിൽ അന്ന് പങ്കെടുക്കുകയല്ലെന്ന് അതിരൂപത പറഞ്ഞു, വിഴിഞ്ഞം പള്ളിയുടെ വികാരി അതിനകത്ത് പോയി പങ്കെടുത്തു. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു ഭിന്നത, പുറമേ കാണിക്കുന്ന ഒരു ഭിന്നത. അപ്പം അതിനകത്ത് ഞങ്ങള് എന്താ ലത്തീൻ സമുദായത്തെ അല്ലെങ്കിൽ സമരത്തിൽ നിൽക്കുന്ന മത്സ്യത്തൊഴിലാളികളെ ഭിന്നിപ്പിച്ചു എന്നൊരു ധാരണ വരുത്താൻ ചിലർക്കെങ്കിലും സഭയിൽ സാധിച്ചിട്ടുണ്ട്. അതൊക്കെ വലിയ ദയനീയമായ സംഭവങ്ങളാണ്. ഇപ്പൊ ഈ 471 കോടിയുടെ പുനരധിവാസ പദ്ധതിയോടെ പോയി അതിനകത്ത് വീട് പണിയാൻ വേണ്ടിയിട്ടും അതുപോലെ യാനങ്ങൾ, അവരുടെ ഉപകരണങ്ങൾ വാങ്ങാൻ വേണ്ടിയും വീട് പണിയാണ്ട് 351 കോടിയും വീടുകൾ ഇതിനു വേണ്ടിയിട്ട് 150 കോടിയോ അങ്ങനെയാണ്ട് എമൗണ്ടുകൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നെങ്കിൽ അത് നടപ്പാകുമായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അദ്ദേഹത്തിന് അതിനോട് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടായിരുന്നു. പിന്നീട് വന്നവർക്ക് ഇതിപ്പോ അവർക്ക് ഇപ്പം അവരുടെ കാലത്ത് ഇവരുടെ കാലത്തല്ല, ഇപ്പൊ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നാൽ ഇവർക്ക് വേണമെങ്കിൽ പറയാം ഞങ്ങൾ ഉണ്ടാക്കിയല്ല, ഉമ്മൻചാണ്ടി ഉണ്ടാക്കിയ. എന്നാൽ ഇതിന്റെ ക്രെഡിറ്റ് എടുക്കുന്ന മുഴുവൻ അവർ തന്നെയാണ് തന്നെ. ഇപ്പൊ ശശി തരൂർ ഇപ്പൊ പറഞ്ഞു ഇവരെ ഇവിടെ ഇരിക്കുന്ന സമരം നടത്തിയപ്പോൾ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് അറിയാലോ, കഴിഞ്ഞ സമരത്തിന്റെ സമയത്ത് ശശി തരൂർ ആരുടെ കൂടെയായിരുന്നു? വിഴിഞ്ഞ നിറവും വേണമെന്ന് പറഞ്ഞ് പിണറായിയുടെ കൂടെയായിരുന്നു. പക്ഷെ ഈ തരത്തെ തെരഞ്ഞെടുപ്പിന് ശശി തരൂരിനെ തീരപ്രദേശക്കാർ മാത്രം ജയിപ്പിച്ചത് കൊണ്ട് ഇപ്പം ശശി തരൂരിന് ഇങ്ങനെ ഒരു നിലപാടെടുക്കുന്നത്. അല്ല, എനിക്ക് അതിന്റെ നിലപാടിനകത്ത്, അദ്ദേഹത്തിന്റെ നിലപാടിനകത്ത് വലിയ ആത്മാർത്ഥത ഉണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം മീറ്റിങ്ങിന് പോയാലും പോയില്ലേലും ഇതുപോലെ നടക്കും. പക്ഷെ ഈ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. ഞാൻ അതിനകത്ത് എനിക്ക് കണ്ട ഒരു സങ്കടകരമായിരുന്നല്ലോ, ഈയിടെ മുതലപ്പുഴയിലെ കാര്യങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ജോർജ് കുര്യൻ അവിടെ, ഈ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഇതുമായിട്ട് യാതൊരു ബന്ധമുള്ള ആളല്ല. ജോർജ് കുര്യൻ ഇവിടെ വന്നത് ശക്തിയായിട്ട് മുതലപ്പുഴയിലെ കാര്യങ്ങൾ, അന്ന് കോൺഗ്രസ്സുകാർ അവിടെ സമരം നടത്തി. ഇത്രയും കാലമില്ലാത്ത കാലത്തുള്ള പോലെ അയാൾ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കി. ഇങ്ങനെയൊക്കെയുള്ള അദ്ദേഹം വന്നത് ഒരു നല്ല ഉദ്ദേശത്തോടെയാണെന്നുള്ളതിന് ആർക്കും സംശയമില്ലായിരുന്നു. പിന്നെ നല്ല ഉദ്ദേശത്തോടെ ഇപ്പം ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹം വന്ന് നല്ല ഉദ്ദേശത്തോടെ BJP-ക്കാർ അവിടെ മുതലപ്പുഴയിലെ പ്രശ്നങ്ങൾ പരിഹരിച്ച് ചിലപ്പോൾ കുറെ BJP-ക്ക് അവിടെ സപ്പോർട്ട് ഉണ്ടാകുമായിരിക്കും. അങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്തല്ലേ ഞങ്ങൾ സപ്പോർട്ട് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം വന്നപ്പോൾ നമ്മൾ ഓർക്കേണ്ട, സമരത്തിന്റെ ലക്ഷ്യം ഉണ്ടായിരുന്നു. സമരത്തിന്റെ ലക്ഷ്യം കുറെ വിജയിക്കുകയും ചെയ്തു. കാരണം വിഴിഞ്ഞത്ത് ജനങ്ങൾക്ക് പ്രശ്നമുണ്ട്. ഇത് ഈ സ്വപ്ന പദ്ധതി എന്നൊക്കെ പറഞ്ഞാൽ അവിടുത്തെ ജനങ്ങൾ ഇപ്പോൾ 500ഓളം കുടുംബങ്ങൾ വഴിയിലാണ്, അവർക്ക് ജീവിക്കാൻ മാർഗമില്ല, അവരുടെ തൊഴിൽ നഷ്ടപ്പെട്ടു, തീരം കയറി വരുന്നു, ഏതാണ്ട് വിമാനത്താവളം വരെ ആയി തിരുവനന്തപുരത്ത് കടൽ കയറി വന്നിട്ട്, ശംഖുമുഖത്തിനൊക്കെ അപ്പുറത്തേക്ക് കടൽ കയറി വരുന്ന ഒരു സാഹചര്യം വന്നിരിക്കുന്നു. ഇതൊക്കെ എല്ലാവർക്കും അറിയാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി. പക്ഷെ അതിനുശേഷം ഈ ഉദ്ഘാടന ചടങ്ങുകളൊക്കെ ഇപ്പം ഒരു നല്ല തീരുമാനം എടുത്തിട്ടുണ്ട്, ഞാൻ പോകുന്നില്ല എന്നുള്ളത്. ഇനിയിപ്പോ അത് നാളെ എങ്ങനെ മാറ്റുന്നത് എനിക്കറിയത്തില്ല. ഒരു ക്രെയിൻ വന്നതിന്റെ സ്വീകരണ സമ്മേളനമായിരുന്നു, എന്നാ മഹാസംഭവമായിരുന്നത്. ഇവിടെ ഒരു ക്രെയിൻ വന്നത് ആഘോഷിച്ച മുഖ്യമന്ത്രി പോയി പച്ചക്കൊടി കാണിക്കുക, എന്താ ഒരു ക്രെയിൻ കൊണ്ടുവന്നത്. ഇങ്ങനെയുള്ള ആഘോഷങ്ങൾ, കൊണ്ടാട്ടങ്ങൾ. ഇപ്പം ഈ തുറമുഖത്തിന്റെ സംഭവം പറഞ്ഞില്ല, തുറമുഖത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന എഗ്രിമെന്റ് എന്താണെന്നറിയോ? 5 വർഷത്തേക്കല്ല, തുറമുഖം ലാഭത്തിലാകുന്നവരെ 1 മാസം
ഒരു മാസമാണോ ഒരു വർഷമാണോ എന്ന് എനിക്കറിയില്ല, 817 കോടി രൂപ വെച്ച് അദാനിക്ക് കൊടുക്കാന്ന് പറഞ്ഞിരിക്കുന്നത്. 817 കോടി രൂപ വെച്ച് കേന്ദ്ര ഗവൺമെന്റും 817 കോടി രൂപ വെച്ച് സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കാന്ന് പറഞ്ഞിരിക്കും. ഈ പൈസയുടെ ഒരു വർഷം കൊടുക്കുന്ന പൈസ ഉണ്ടായിരുന്നു ഈ മത്സ്യത്തൊഴിലാളികളെ പുനരുദ്ധരിപ്പിക്കാൻ പറ്റിയല്ലായിരുന്നു. ഈ 5 വർഷം എന്നുള്ളത് ഈ പറഞ്ഞത് ഒരു കാര്യം ചെയ്താൽ മതി, അതിന്റെ പകുതി എടുത്താൽ മതി. ഈ കമ്പനി ലാഭത്തിലാവുന്നതായിരിക്കും. ലാഭത്തിലാവുമെന്നാണ് അവർ പറയുന്നത്. പെട്ടെന്ന് കണ്ണടച്ചു തുറക്കുന്നില്ല. ആകട്ടെ, കേരളത്തിന് പ്രതീക്ഷ നല്ലത് വരുന്നൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷേ ഇപ്പൊ നമുക്ക് ഈ ഇതിനകത്തുള്ള ഒരു പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ അദാനിയാണ് ഇതിന്റെ ആളെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഈ തുറമുഖം നാച്ചുറൽ തുറമുഖം എന്ന് പറയുന്നത് നാച്ചുറൽ തുറമുഖം അല്ലെന്നുള്ളത് നമ്മുടെ യുവജനച്ചന്റെ ഒരു വലിയ പഠനമുണ്ട്. ഈ തുറമുഖത്തിന്റെ ബാക്ക്ഗ്രൗണ്ടുകളൊക്കെ അതെല്ലാം ഇപ്പൊ നമ്മളിപ്പം ഇതൊരു തുറമുഖത്തെ കുറിച്ചുള്ള ഒരു ചർച്ച അല്ലാത്തതുകൊണ്ട് ഞാൻ അതിനെ കുറിച്ച് പറയുന്നില്ല. ഇതൊക്കെ ഈ പറയുന്ന എല്ലാം അവസാനം ഇതൊക്കെ പോയത് അദാനിക്ക് എന്താ നഷ്ടം? ഇതൊക്കെ പോയ ആർക്കെന്താ നഷ്ടം? ഈ തുറമുഖം ഉണ്ടാക്കിയിരിക്കുന്നതിന്റെ 7,500 കോടിയിൽ 4,500 കോടി കേരള സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയാണ്. ബാക്കി 2,500 കോടി ഇയാൾ ഉണ്ടാക്കിയിരിക്കും നമ്മൾ കൊടുത്ത 361 ഏക്കർ സ്ഥലം പണയം വെച്ചിട്ട് എടുത്തിരിക്കുന്ന വായ്പ പലിശയാണ്. ഇതിനകത്ത് അദാനി കാര്യമായിട്ടൊന്നും അദാനി ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇനി ഒരു 25 ഏക്കർ 30 ഏക്കർ സിറ്റി ആയിട്ട് ഡെവലപ്പ് ചെയ്യും. അതിനുള്ള കൺസ്ട്രക്ഷന്റെ ആവശ്യമാണ് 3,300 കോടി പുള്ളിയുടെ കയ്യിൽ നിന്നാണ്. കാരണം അതിനാലും ഒന്നാന്തരം ഹോട്ടലുകളും അതുപോലെയുള്ള സൗകര്യങ്ങളും ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അത് വന്നാൽ തീർച്ചയായിട്ടും പ്രയോജനം ഉണ്ടാവും. പക്ഷെ ലോക്കൽ നാട്ടുകാർക്ക് എന്ത് പ്രയോജനം ഉണ്ടാവും എന്നുള്ളത് സംബന്ധിച്ച് എനിക്കറിയത്തില്ല. അവിടെ ഇപ്പം വലിയ 5 സ്റ്റാർ ഹോട്ടലുകളൊക്കെ വന്നാൽ അവിടുത്തെ നാട്ടുകാർക്ക് എന്ത് പ്രയോജനം ഉണ്ടാകാനെന്ന് എനിക്കറിയത്തില്ല. അത് അവിടെ ഡെവലപ്മെന്റ് ഉണ്ടാവും. നമ്മൾ ഈ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന പുതിയ രീതിയിലുള്ള ആ കെട്ടിടങ്ങളും അതുപോലെയുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളും ആശുപത്രികളോ സൗകര്യങ്ങളോ ഒക്കെ ഉണ്ടാവുമായിരിക്കും. അതിന് അദാനി അതിന്റെ കാശും കൊണ്ട് പോവുകയും ചെയ്യും. അദാനിക്ക് ഇത് അദാനിയൊക്കെ അല്ലേ കണക്കുണ്ടാക്കുന്നത്. ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല ഈ ഇത് എന്തെങ്കിലും ലാഭം എന്നുള്ള ഒരു കണക്ക് അദ്ദേഹം കൊടുക്കുമെന്ന്. 817 കോടിയാണ് നഷ്ടമാണെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കാൻ പോകുന്ന ഒരു വർഷം. ഇതൊക്കെ എഗ്രിമെന്റിലുള്ളതാ. ഈ പൈസ ആരുടെ പൈസയാ? ഈ സ്വപ്ന പദ്ധതി എന്ന് പറയുന്നത് ഇനി ഇപ്പൊ 10,000 കോടിയുടെ വികസനം വരുന്നെന്ന് പറയുന്നത് 10,000 കോടിയുടെ വികസനം എന്താന്നുള്ളത് നമുക്കറിയാം. ഇപ്പൊ ഞാൻ ഈ തിരുവനന്തപുരത്ത് താമസിക്കുന്ന ആളാണ്. ഇവിടെ ഞാൻ വലിയൊരു അധിക വികസനം ഒന്നും കണ്ടിട്ടില്ല. പക്ഷെ ഇനിയിപ്പോ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ കുറെ എന്തൊക്കെയാണ് ഇവിടെ കുറെ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് തീർച്ചയാണ്. കാരണം ഇപ്പൊ മുദ്ര തുറമുഖം കാരണം ഗുജറാത്തിൽ ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങളെ കുറിച്ചും അവിടെ വന്നിരിക്കുന്ന മയക്കുമരുന്ന് സൗകര്യങ്ങളെ കുറിച്ചും ഒക്കെ നമ്മൾ വായിക്കുന്നുണ്ട്, പത്രങ്ങളിൽ വായിക്കുന്നുണ്ട്. ഈ 25,000 കോടിയുടെ ഒക്കെ മയക്കുമരുന്ന് അവിടെ പിടിച്ചെന്നൊക്കെ വായിച്ചിട്ടുണ്ട്. അതൊക്കെയാണോ ഇവിടെ വരാൻ പോകുന്ന ദിവസം എനിക്കറിയില്ല. ഏതായാലും പിന്നെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒരു കാര്യമുണ്ട്. നമ്മളെല്ലാം ഒരു നെഗറ്റീവായിട്ട് ഒരു ദോഷദൃക്കോടെ കാണണ്ട. ഇപ്പം ഈ സ്കിൽ ട്രെയിനിങ് അതിനൊക്കെ ഇപ്പൊ പുതിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ തുടങ്ങുന്നു, പുതിയ ചെറിയ സൗകര്യങ്ങൾ. അതൊക്കെ ഈ നമ്മുടെ മത്സ്യത്തൊഴിലാളികളുടെ കുഞ്ഞുങ്ങൾ അതിലൊക്കെ അഡ്മിഷനൊക്കെ മേടിച്ച് അതൊക്കെ പഠിച്ച് വല്ല ജോലിയൊക്കെ മേടിച്ചാൽ അവർക്ക് അവിടെ പ്രയോജനം ഉണ്ടാവും. അതിപ്പോ അതുപോലും എനിക്ക് തോന്നുന്ന അവർ മേടിക്കാൻ സാധിക്കുമെന്ന് എനിക്കറിയത്തില്ല. അത് അവർക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരണം എന്താ വെച്ചാൽ അതിനൊക്കെ ഇപ്പം ഈ അഫ്ലുവന്റ് ക്ലാസ്സിലുള്ളവർ തന്നെ ഭയങ്കരമായിട്ട് വരും. ഈ ഇങ്ങനെയുള്ള സ്കിൽ ട്രെയിനിങ് കാരണം 6 മാസ ട്രെയിനിങ് കപ്പലിലും അവിടെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പരിശീലനം കൊടുത്തു. ഇനിയിപ്പോ കപ്പലുകളൊക്കെ വരുവാണെങ്കിലും വരും. ഇന്നിപ്പോ ഒരു ചൈനയുടെ ഒരു കപ്പൽ വരുന്നു. ഈ ചൈനയുടെ കപ്പൽ അന്ന് ഈ വെടിഞ്ഞം തുറമുഖത്തിന് ആന്റണി ഡിഫൻസ് മിനിസ്റ്റർ ആയിരുന്നപ്പോൾ ഉണ്ടാക്കിയ ഒരു പ്രതിരോധം ചൈനക്കാരുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചായിരുന്നു. ചൈന ഇവിടെ വന്ന് ഇപ്പം അവിടെ കൊളംബോ മാലിദ്വീപ് ചൈനയുടെ തുറമുഖം എല്ലാം ചൈനയുടെ കയ്യിലാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇപ്പൊ എങ്ങനെയാന്നുള്ളതിനെ കുറിച്ചൊക്കെ മോദിക്കും അവർക്കൊക്കെ അതൊക്കെ വലിയ ആൾക്കാർ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷെ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ വരുമ്പോൾ ഇത് ഒത്തിരി വലിയ സ്വപ്നങ്ങളൊക്കെ ഈ തിരുവനന്തപുരത്ത് പടർത്തുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ സ്വാഭാവികമായും ഒരു തുറമുഖം വരുമ്പോൾ ഉണ്ടാകുന്ന ഡെവലപ്മെന്റ് ഇപ്പം സിംഗപ്പൂരിലോ അല്ലെങ്കിൽ ദുബൈയിലൊക്കെ സൂപ്പർ തുറമുഖങ്ങൾ നമ്മൾ കേട്ടിരിക്കുന്ന അവിടെയൊക്കെ വലിയ വികസനം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പം സിംഗപ്പൂർ ഞാൻ പോയി കണ്ടിട്ടുണ്ട്. അവിടുത്തെ ആൾക്കാർക്ക് നല്ല അത് വളരെ പ്ലാൻഡ് ആണ്. അവിടെ ഈ പറഞ്ഞ പോലെ കറപ്ഷനോ അങ്ങനെയുള്ള സൗകര്യങ്ങളോ ഒന്നുമില്ല. ഇതിപ്പം ഈ ജനങ്ങളെ കബളിപ്പിച്ച് ജനങ്ങൾക്ക് കൊടുക്കേണ്ടതൊന്നും കൊടുക്കാതെ, പക്ഷെ വലിയൊരു സംഭവമാണ്. ഇപ്പൊ എല്ലാവരും പറയാം വികസനം എന്ന് പറയുന്നത്. ഇപ്പം പത്രക്കാരും വികസനം എന്തായി വികസനം ഒന്നും നമുക്കറിയത്തില്ല, അത് വലിയൊന്നും പറയുന്നില്ല. പക്ഷേ ഇതുവരെ വന്നത് വെച്ചൊന്നും വലിയ കാര്യമായിട്ടുള്ള സംഭവങ്ങൾക്കൊന്നുള്ള ഒരു അടയാളം നമ്മൾ കാണുന്നില്ല. ഇനിയിപ്പം വന്നാല് അത് ചിലപ്പോ എന്താണ് മാറ്റങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് സംബന്ധിച്ച് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അത് കാണാനൊന്നും നമ്മൾ കാണുമെന്ന് നമുക്കറിയത്തില്ല. പക്ഷെ ഒരു കാര്യമാണ് പറയുന്നത്. ഇന്നിപ്പം അവരുടെ MD നമ്മുടെ BVI ഒരു ഇന്റർവ്യൂ വായിച്ചു. ഞങ്ങളൊരു വാതായനം തുറക്കുകയാണ്, ഒരു വാതിൽ തുറക്കുകയാണ്. ഇനിയിപ്പോ ഇങ്ങോട്ട് കപ്പലുകൾ പിന്നെ വിദേശത്ത് ഇനിയിപ്പോ ഈ വലിയ കപ്പലുകൾ കൊണ്ടുവന്ന് വിഴിഞ്ഞ് തുറക്കും. അന്ന് ചെറിയ കപ്പൽ വന്ന് അവിടെ നിന്ന് കൊണ്ടുപോകും. ഇതൊക്കെ ഇത് കപ്പലുകാർ കൊണ്ടുപോയ ഇവിടുത്തെ നാട്ടുകാർക്ക് എന്നാ പറയാനൊന്നും എനിക്കറിയത്തില്ല. അപ്പം ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള വലിയൊരു
പിന്നെ അതുകൊണ്ടൊക്കെയുള്ള ബിസിനസ് ട്രാൻസാക്ഷൻസ്, ഓക്കെ ടാക്സിലോ അങ്ങനെയൊക്കെ എനിക്ക് അതിനെക്കുറിച്ചൊന്നും ഒത്തിരി ആഴത്തിൽ അറിയത്തില്ല. പക്ഷെ ഓക്കെ ഇത് സാധാരണക്കാരന്റെ ഭാഷയെ പറഞ്ഞാൽ ഇത് ജനങ്ങൾക്ക് ഇതിന് മാത്രം വലിയൊരു അത്ഭുതങ്ങളൊന്നും ചെയ്യുമെന്ന് ഞാൻ യെസ് പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ ഓക്കെ ഗവൺമെന്റ് വരുമാനം ഉണ്ടാക്കിയാലും ഞാൻ പറയുന്നില്ല. ഇത് ഓക്കെ ഈ തീർച്ചയായും മനോഹരമായ ഒരു സമരം അവർ നടത്തി, അവർ ഒറ്റയ്ക്ക് ഒന്നിച്ചു നിന്നു. പക്ഷെ അത് കഴിഞ്ഞ് ഉദ്ഘാടനത്തിന്റെ ഒക്കെ സമയത്ത് ആച്ചന്മാര് കാണിച്ചതൊക്കെ അത് അതും പിതാവ് പറഞ്ഞ അത് ജൂജിനച്ചൊക്കെ പറഞ്ഞ ഒരു തീരുമാനത്തിനെതിരായിട്ട് അവിടെ സ്റ്റേജിൽ പോയിരിക്കാൻ വലിയ കാര്യമുണ്ടായിരുന്നു. അപ്പൊ തന്നെ ഇതിനകത്തൊരു ഭിന്നതയാന്നുള്ളൊരു ഇംപ്രഷൻ ഓക്കെ ഉണ്ടാക്കാൻ പറ്റി. യെസ് 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 എന്റെ സുഹൃത്തുക്കൾ ഇരിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഇവർക്ക് അത് പറയാം, ഞാൻ ഈ പറഞ്ഞ തെറ്റാണെന്ന്. എന്റെ ഒരു ഇംപ്രഷൻ ഞാൻ പറഞ്ഞു. ഇത് ഓക്കെ അങ്ങനെയൊക്കെയുള്ള ചില വീഴ്ചകൾ ഇതിനകത്ത് സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഓക്കെ ഇനിയും ഈ ഓക്കെ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ഇവർ തന്നെ സമരം ചെയ്യുമോ, ഇവർ തന്നെ ഇപ്പം എനിക്ക് തോന്നുന്നു ഇനിയിപ്പോ ശശിധരനെ പോലെയുള്ളവർ ഇനി കൂടുതൽ സപ്പോർട്ട് ചെയ്യും എന്ന് ഞാൻ കരുതുന്നുണ്ട്. ഓക്കെ ഓക്കെ ഞാൻ തിരിച്ചു കാരണം വരാം അത് ശ്രീ മാത്രമല്ല, ശശിധരനെ പോലുള്ളവർ മാത്രമല്ല BJP ചിലപ്പോൾ ഇനി സപ്പോർട്ട് ചെയ്യും. കാരണം BJPക്ക് മനസ്സിലായി തോറ്റുപോയത് അവർ കാരണമാണ്. ഓക്കെ അപ്പൊ ഓക്കെ അതുകൊണ്ട് ഇനിയുള്ള സമരത്തോടുള്ള ഒരു സമീപനത്തിലൊക്കെ ചിലപ്പോൾ മാറ്റം വരാൻ സാധ്യതയുണ്ട്. ഓക്കെ ഓക്കെ അങ്ങനെയൊക്കെയുള്ള ഒരു 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 പശ്ചാത്തലം ഉള്ളതുകൊണ്ട് ഈ സമൂഹത്തിന് ഒത്തിരി കഷ്ടപ്പാട് അനുഭവിക്കുന്നവർ, വീട് നഷ്ടപ്പെട്ട്, ഇപ്പൊ നമുക്കൊക്കെ ഈ സൗകര്യമുള്ള ഒരു ചാനലിൽ ഇരുന്ന് വർത്താനം പറയുമ്പോൾ എന്താ പ്രശ്നം ഇരിക്കുന്നത്? വീട് നഷ്ടപ്പെട്ടവൻ, കയറി കിടക്കാൻ അതെ അതെ വീടില്ല, അവരുടെ വിഷമം അവർക്ക് അറിയത്തുള്ളൂ. അവരുടെ കഷ്ടപ്പാട് മനസ്സിലാക്കാൻ സാധിക്കാതെ എന്ത് വികസനം എന്നായി ഓക്കെ പറയുന്നത്? അത് ഓക്കെ 500 കുടുംബങ്ങൾ എന്ന് പറയുന്നത് ചെറുതാണ്. 500 കുടുംബങ്ങൾ 10 പേര്, ഇപ്പൊ 10 പേര് കാണുമെന്ന് അറിയത്തില്ലെങ്കിൽ ഒരു 8 പേര് വെച്ച് നോക്കി 8000 ആൾക്കാരുടെ പ്രശ്നമാണ് ഇത്. യെസ് യെസ് അവർ യെസ് ഇത്രയും കഷ്ടപ്പാട് അനുഭവിക്കുന്നുണ്ട്. ഓക്കെ അവർക്ക് വേണ്ടി ചെയ്യാൻ ഗവൺമെന്റ് എന്തെങ്കിലും ചെയ്താൽ നല്ല കാര്യം. ഓക്കെ ഞാൻ തിരിച്ചു വരാം ശ്രീ ടി ദേവപ്രസാദ്, ഞാൻ തിരിച്ചു വരാം. അഡ്വക്കേറ്റ് ശ്രീ ഷെറി, പ്രത്യേകിച്ച് അങ്ങ് അഡ്വക്കേറ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഒരു ചോദ്യം ചോദിക്കുന്നത്. ഈ ഈ ഈ വിഴിഞ്ഞം സമരവുമായി ബന്ധപ്പെട്ട് സർക്കാർ എടുത്ത ആ ഒരു കേസ്, പ്രത്യേകിച്ച് 2022 നവംബർ മാസം 26-ാം തീയതിയും 27-ാം തീയതിയും ഉണ്ടായ സംഭവ വികാസങ്ങളുടെയൊക്കെ ഒരു അടിസ്ഥാനത്തിൽ പലപ്പോഴും പൊതുസമൂഹം അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് പലപ്പോഴും ചർച്ച ചെയ്യുന്നില്ല. ഈ കേസെടുത്തവർക്ക് പിന്നീട് അനുഭവിക്കേണ്ടി വന്ന ദുരനുഭവങ്ങൾ, പ്രത്യേകിച്ച് പലരും ഒക്കെ ഈ ഗൾഫിലേക്കൊക്കെ പോകാൻ ഇരുന്നവർ, വിദേശ നാടുകളിലേക്കൊക്കെ പോകാൻ ഇരുന്നവർക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കിട്ടുന്നില്ല. അതായത് ഒരു ഭീഷണിയായിട്ട് ഈ ഒരു കാര്യം അവിടെ വെക്കുന്നു. ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു സമരവുമായിട്ട് ആ പ്രദേശത്തുള്ളവർ അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികൾ അവരുടെ ഒരു തല പൊങ്ങരുത് എന്ന കൃത്യമായിട്ടുള്ള ഉദ്ദേശത്തോടു കൂടി ഒരു ഭീഷണി ആയുധമായി ഈ കേസുകൾ അവിടെ വെക്കുന്നു. അത് ആ ഒരു പ്രദേശത്ത്, പ്രത്യേകിച്ച് ഈ സമരത്തിൽ പങ്കെടുത്തവർക്കുണ്ടാക്കിയ പ്രത്യാഘാതങ്ങൾ അങ്ങൊന്നു പങ്കുവെക്കാമോ? പ്രത്യേകിച്ച് അത് ഒരു പൊതുസമൂഹത്തിൽ കൂടുതൽ അതിനെപ്പറ്റി ഒരു വ്യക്തത കിട്ടാൻ വേണ്ടിയിട്ടാണ്. അഡ്വക്കേറ്റ് ഷെറി. വിഴിഞ്ഞം സമരത്തിന്റെ കേസുകൾ കൈകാര്യം ചെയ്ത രീതി നോക്കുമ്പോൾ അത് കൃത്യമായി മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു പദ്ധതി പ്രകാരമാണെന്ന് മനസ്സിലാവും. ഇപ്പൊ നമ്മൾ കേരളം സമരങ്ങൾ കാണാത്ത നാടല്ലല്ലോ. എത്രയോ സമരങ്ങൾ കേരളം കണ്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെയുള്ള സമരങ്ങളിൽ എപ്പോഴൊക്കെ കേസ് എടുക്കുന്നുണ്ട്, എപ്പോഴൊക്കെ കേസ് എടുത്തിട്ടില്ല എന്നുള്ളത് ഓരോ സമരത്തിനെയും ഈ ഭരണകൂടം നോക്കിക്കാണുന്ന രീതി അനുസരിച്ചിരിക്കും. ഇവിടെ ഈ സമരം നീണ്ടുപോയാൽ അത് ഭരണകൂടത്തെ പ്രതികൂലമായി ബാധിക്കും എന്ന് കണ്ടപ്പോൾ ഭയപ്പെടുത്തി ആളുകളെ പിൻവലിപ്പിക്കാം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് കേസുകൾ എടുക്കാൻ തുടങ്ങിയത്. ഈ കേസുകൾ എടുത്തതിന്റെ ഭാഗമായി ഇപ്പൊ വന്നിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഞാൻ ആദ്യം പറഞ്ഞു. ഒരു ജോലിക്ക് വേണ്ടി പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിന് വേണ്ടി ചെറുപ്പക്കാർ ചെല്ലുമ്പോൾ കണ്ടാൽ അറിയാവുന്ന ആളുകളുടെ പേരിൽ എന്നാണ് കേസ്. ആരൊക്കെയാണ് പ്രതികളെന്ന് അവരോട് തന്നെ കൊണ്ടുവന്ന് പട്ടിക കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളിലും. അപ്പൊ ഇങ്ങനെ PCC കിട്ടുന്നതിന് ബുദ്ധിമുട്ട് ഒരു വശത്ത് നിൽക്കുകയാണ്. രണ്ടാമത്തേത്, ഇതിപ്പോ ഈ സമരത്തിനെ പരാജയപ്പെടുത്തിയ രീതി എന്ന് പറഞ്ഞാൽ അതൊരു കമ്മ്യൂണലാക്കി മാറ്റാനുള്ള ശ്രമം അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നുള്ളതാണ്. അതിനെതിരെ അത് കമ്മ്യൂണൽ വരുന്ന രീതി, അങ്ങനെ ഒരു രീതിയിലേക്ക് ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആളുകളെ കൊണ്ട് സമരം ചെയ്യിപ്പിക്കുക, അങ്ങനെ ആ തരത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എന്താണ്, സമരം ചെയ്യുന്ന സഭയുടെ ഭാഗത്തുനിന്ന് തന്നെ അവർ ചിന്തിക്കുന്നുണ്ട്, ഇനിയും ഈ സമരം ഇങ്ങനെ തുടർന്നു പോയാൽ ഇത് നിയന്ത്രണത്തിന് അതീതമായി അത്തരം കാര്യങ്ങളിലേക്ക് പോകാൻ സാധ്യതയുണ്ടെന്ന് വരുന്നത് കൊണ്ട് അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരും എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു ഭാഗം അവിടെ ചിന്തിക്കുന്നുണ്ട്. മൊത്തത്തിൽ കേരളത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ ഇത്രമാത്രം കേസുകൾ വേറെ ഒരു വിഭാഗത്തിനെതിരെ എടുത്തിട്ടില്ല. ശബരിമലയിലെ കേസെടുത്തല്ലോ, ആ കേസുകളുടെ അവസ്ഥ ഇപ്പൊ എന്തായി? അതൊക്കെ പിൻവലിച്ചില്ലേ? എന്താണ് ഈ കേസുകൾ മാത്രം പിൻവലിക്കാത്തത്? അപ്പൊ അങ്ങനെയുള്ള ചോദ്യത്തിന് മറുപടി ഒരേ ഒരു മറുപടിയാണ്, ഈ പറയുന്ന ജനങ്ങൾക്കെതിരെ എന്ത് ചെയ്താലും അവര് സംഘടിതമായി ഒരു ചോദ്യം ചെയ്യലിന് വരില്ല എന്നൊരു ഉറപ്പുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെയല്ലേ മുഖ്യമന്ത്രി ഒരു വേള ശ്രമിച്ചത് ഇത് തിരുവനന്തപുരം രൂപതയുടെ മാത്രം വിഷയമാണ്, കേരളത്തിലെ മറ്റ് ലത്തീൻ രൂപതകൾക്ക് ഇതൊരു വിഷയമല്ല എന്ന് പറഞ്ഞില്ലേ? അപ്പോ എന്താണ്, ഭിന്നിപ്പിച്ച് അതിൽ നിന്ന് ഗുണമുണ്ടാക്കി എടുക്കുക എന്ന ഒരു ഭരണകൂടത്തിന്റെ തന്ത്രം ഇവിടെ അവർ കൃത്യമായി ഉപയോഗിച്ചു എന്നാണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത്. അതിന് പോലീസിനെ ഉപയോഗിക്കുകയാണ്.
പോലീസിനെ അതിനൊരു ടൂളായിട്ട് ഉപയോഗിക്കുകയാണ്. ഹൈക്കോടതിയിൽ കേസ് ഉണ്ടായിരുന്നു, ആ കേസിൽ കണ്ടംപ്റ്റ് വന്നു. ആ കണ്ടംപ്റ്റിന്റെ ഭാഗമായി എന്ന് പറഞ്ഞാണ് ആദ്യം കേസുകൾ ഉണ്ടായത്. പക്ഷേ കണ്ടംപ്റ്റിന്റെ ഭാഗമല്ലാതെയും കേസുകൾ ഉണ്ടായിരുന്നു. എന്തിനാ അധികം പറയുന്നത്? ഇപ്പൊ ധീവര സഭയുടെ ജനറൽ സെക്രട്ടറി ദിനകരൻ, മുൻ MLA ആണ്. അദ്ദേഹം അവിടെ ഒരു ദിവസം വന്ന് പ്രസംഗിച്ചു പോയി. അദ്ദേഹം കേസിൽ പ്രതിയാണ്. അവിടെ വന്ന് പ്രസംഗിച്ചു പോയി. ബിഷപ്പുമാർ കേസിൽ പ്രതിയാണ്. അവിടെ വന്ന വണ്ടികളുടെ നമ്പർ നോക്കി ആ വണ്ടികളുടെ ട്രാവൽ ഏജൻസി ഉടമകൾക്ക് നോട്ടീസ് കൊടുത്തു. എന്താണ്? ഈ വണ്ടികൾ ഗൂഢാലോചന നടത്തി ആളുകളുമായി അവിടെ വന്നു എന്നാണ് അവർക്കെതിരെ കേസ്. അവരെന്താ ചെയ്തത്? വണ്ടി വിളിക്കുമ്പോൾ വണ്ടി വരുന്നു, അപ്പൊ നമ്പർ നോക്കി ആളുകൾക്കെതിരെ കേസാണ്. അപ്പൊ അതിനർത്ഥം സംഘടിതമായി നിയമത്തിനെ എങ്ങനെ ദുരുപയോഗം ചെയ്ത് ആളുകളെ ഭയപ്പെടുത്തി പിൻവലിക്കാം എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് അവിടെ കണ്ടത്. കേസുകളെ പറ്റി അതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. പിന്നെ വ്യക്തികളെ സംബന്ധിച്ച് അവർക്ക് ജോലി ഒരു ആവശ്യമായിട്ട് വരുമ്പോൾ ഇങ്ങനത്തെ തടസ്സം വരുമ്പോൾ ആര് രക്ഷിക്കും? ഞങ്ങൾ കഴിഞ്ഞ ദിവസം മുതലപ്പുഴ ഈ വിഷയത്തിൽ ഒരു നിയമസഭാ മാർച്ച് നടത്തി. ആ മാർച്ചിൽ ഞങ്ങൾ പങ്കെടുക്കാൻ വരുന്ന ആളുകളോട് ഞങ്ങൾ പറഞ്ഞു, അവര് കേസ് ഉണ്ടാവുമെന്ന് ഭയമാണ് ആളുകൾക്ക് ഇപ്പോൾ. കാരണം എന്താണ്? വെറുതെ എവിടെ വന്നാലും ഇനി ഒരു കേസും കൂടി ഞങ്ങളുടെ പേരിൽ വന്നാൽ ഞങ്ങൾ ആരെയും നിർബന്ധിച്ചില്ല. ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ അങ്ങനെ വരണ്ട. കാരണം ഇപ്പോൾ അതിനുവേണ്ടി തയ്യാറായി നടക്കുന്ന കുറെ ആളുകളുണ്ട്. എന്ത് വന്നാലും നമ്മളിതിൽ നിൽക്കും എന്നുള്ള ആളുകളുണ്ട്. അങ്ങനെ കുറച്ചു പേര് വന്നു. അതല്ലാതെ സാധാരണ ജനങ്ങളെ ഒരു സമരത്തിന് പോലും വിളിക്കാൻ പറ്റാത്ത രീതിയിൽ, അല്ലെങ്കിൽ വരാൻ അവർ ഭയക്കുന്ന രീതിയിലുള്ള ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടാക്കിയെടുക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതാണോ യഥാർത്ഥത്തിലുള്ള ജനാധിപത്യ ഭരണകൂടങ്ങൾ ചെയ്യേണ്ടത് എന്ന് ജനം തീരുമാനിക്കട്ടെ. അതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ. ഒപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി ഷെറി, ഈ വിഴിഞ്ഞം സമരവുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ച ആവശ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അത് നിസ്സാര ആവശ്യങ്ങളല്ല, ഒരു ജനതയുടെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമായിട്ടുള്ള ആവശ്യങ്ങളാണ്. നേരത്തെ ശ്രീ പാട്രിക് ഒക്കെ വളരെ വൈകാരികമായിട്ട് പറയുകയുണ്ടായി. അദ്ദേഹത്തിന്റെ വീടും ഒക്കെ ഇപ്പം വീട് എവിടെയെന്ന് ചൂണ്ടിക്കാണിച്ചാൽ അത് കടലിലേക്ക് നോക്കി ചൂണ്ടിക്കാണിക്കേണ്ട ഒരു ഗതികേടിലേക്ക്, അതായത് നമ്മുടെ കേരളത്തിന്റെ തീരപ്രദേശം, അവിടുത്തെ ഒരു മനുഷ്യരുടെ ആവാസ വ്യവസ്ഥയെ തന്നെ ഗുരുതരമായിട്ട് ബാധിക്കുന്ന വിഷയങ്ങൾ, അതിന് പരിഹാരം കാണണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ സർക്കാരിന്റെ മുന്നിൽ കെഞ്ചേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയത്. പക്ഷെ ഇതുവരെ ഒരു പരിഹാരം, പ്രത്യേകിച്ച് കേരളത്തിലെ ലത്തീൻ സമുദായത്തിന്റെ തുടർന്നുള്ള ഒരു ഭാവി സമര പരിപാടികൾ എന്തൊക്കെയാണ്? നമുക്കറിയാം, ഈ ദിവസങ്ങളിൽ നിർണായകമായിട്ടുള്ള KRLCBC മീറ്റിംഗും ഒക്കെ നടക്കുന്നുണ്ട്. ഇതൊരു നിലനിൽപ്പിന്റെ ഒരു പ്രശ്നമാണ്. മറ്റെന്തെങ്കിലും സ്വാർത്ഥ ലക്ഷ്യങ്ങൾ വെച്ചല്ല, അതൊരു നിലനിൽപ്പിന്റെ പ്രശ്നമാണ്, ഒരു ജനതയുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. അതുകൊണ്ട് ഇനി തുടർന്നുള്ള ഈ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി തുടർന്നുള്ള ഭാവി പദ്ധതികൾ എന്തൊക്കെയാണ് ശ്രീ ഷെറി? ഇനി നമ്മളൊരു കാര്യം ചർച്ചയിൽ വന്നിട്ടുള്ളത്, അത് ഈ വരുന്ന ദിവസങ്ങളിൽ പൂർണ്ണമായി ഒഫീഷ്യലായിട്ട് പുറത്തു വരും. Okay. ഇത്തരം കാര്യങ്ങളിൽ ഇനി ഒരുമിച്ചുള്ള ഒരു ഒറ്റക്കെട്ടായ ഒരു നിലപാട് ലത്തീൻ സഭയുടെ ഭാഗത്തു നിന്നുണ്ടാവും. അതിനിടയിൽ ഭിന്നിപ്പിച്ച് ഭരിക്കാനുള്ള ശ്രമം ആരെങ്കിലും നടത്തിയാൽ അത് ഇനി വിലപ്പോകില്ല. അത് തിരിച്ചറിയുന്ന ഒരു ഘട്ടത്തിലേക്ക് നമ്മുടെ നിലപാടുകൾ ഇനി അത് കാണാൻ പറ്റും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിനെ സംബന്ധിച്ച് ഇപ്പോൾ ഈ തീരശോഷണവുമായി ബന്ധപ്പെടുത്തി ഒരു ജനകീയ സമിതി, ഇത് ജനകീയ ലത്തീൻ സഭയുടെ മാത്രം വിഷയമല്ല, മറ്റാളുകളെ കൂടി ബാധിക്കുന്ന വിഷയമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഒരു ജനകീയ സമിതിയുടെ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ആ റിപ്പോർട്ടിലും അതിന്റെ പഠനത്തിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് എവിടെയൊക്കെ കൃത്യമായി നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് വന്നത് 2015 ശേഷം ഈ തുറമുഖ നിർമ്മാണത്തിന്റെ ഭാഗമായി എവിടെയൊക്കെ ഇറോഷൻ ഉണ്ടായിട്ടുണ്ട്, എത്ര വീടുകൾ നഷ്ടമായിട്ടുണ്ട് എന്ന് വരെ ഈ ജനകീയ സമിതിയുടെ റിപ്പോർട്ട് ഇപ്പോഴും വെബ്സൈറ്റിൽ ലഭ്യമാണ്, രൂപതയുടെ. അതേസമയം ജനകീയ സമിതി എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുക, അതിനകത്തുണ്ടെല്ലാം വലിയ തീര മത്സ്യത്തൊഴിലാളികളെ അല്ല മത്സ്യസമ്പത്തിനെ കുറിച്ചും കടലിനെ കുറിച്ചുള്ള വലിയ പണ്ഡിതന്മാരാണ്. വലിയ സയന്റിസ്റ്റുകളാണ് അതിനകത്തുണ്ടായത്. അതെ, ജനകീയ സമിതി എന്ന് പറയുമ്പോൾ നാട്ടുകാരെ എഴുതുക, അങ്ങനെയല്ലത്. അതെ, അങ്ങനെയല്ല. ഞാൻ വേണമെങ്കിൽ പറയാം. അതിലെ മെമ്പേഴ്സ്, ഒന്ന് ഡോക്ടർ KV തോമസ് ആണ് ചെയർമാൻ, KCCML ഉണ്ടായിരുന്ന ശാസ്ത്രജ്ഞനായിരുന്നു. 2 മിസ്റ്റർ പ്രബീർ ബാനർജി, അദ്ദേഹം ഒരു ശാസ്ത്രജ്ഞനാണ്. പിന്നെ സരിത ഫെർണാണ്ടസ്, ഡോക്ടർ ജോൺ കുര്യൻ, ഡോക്ടർ ടെറി മച്ചാഡോ, ഡോക്ടർ KG താര, ഇങ്ങനെയുള്ള ആളുകളാണ് അതിനകത്തുണ്ടായത്. പിന്നെ കോപ്റ്റഡ് മെമ്പർ ഡോക്ടർ ജോൺസൺ ജാമറ്റ്. അതല്ലാതെ സാധാരണ മത്സ്യമേഖലയെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സാധാരണക്കാരല്ല. ഈ മേഖലയിൽ PhD ഉൾപ്പെടെ ഉള്ളവരും ഈ മേഖലയിൽ പരിചയസമ്പന്നരുമായ ആളുകൾ തന്നെയാണ്. അവരുടെ റിപ്പോർട്ടിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. ആ റിപ്പോർട്ടിൽ വില്ലേജ് വോളണ്ടിയേഴ്സിന്റെ രേഖകൾ ഉൾപ്പെടെ പറഞ്ഞ് ഇത്ര എണ്ണം വീടുകൾക്ക് നഷ്ടം വന്നിട്ടുണ്ട്, ഇത്ര ഇറോഷൻ സംഭവിച്ചിട്ടുണ്ട്, അതിന് എന്തൊക്കെ പരിഹാരം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത്തരം കാര്യങ്ങളൊന്നും പുറത്തേക്ക് വരാത്തത് അധികാര പങ്കാളിത്തത്തിന്റെ കുറവാണ്. ഇത് പുറത്തു കൊണ്ടുവരുന്ന ലത്തീൻ സഭയ്ക്ക് അധികാരത്തിൽ പങ്കാളിത്തം ഇല്ലാത്തത് കൊണ്ടാണ് ഇത് ഒരു ചർച്ചയായി അത്തരം കാര്യങ്ങളിൽ വരുത്താൻ സാധിക്കാത്തത് എന്നതാണ് ഇവിടെ പറയാവുന്ന ഒരു വസ്തുത. എന്തു വന്നാലും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സർക്കാരിന്റെ ഒരു സമിതി, ആ സമിതി എന്താണ് റിപ്പോർട്ട് പുറത്തുവിട്ടാൻ ഇപ്പോഴും പറ്റാത്തത്?
ആ സമിതിയിൽ എന്തൊക്കെ മുൻകരുതലുകൾ വേണമെന്നൊരു ചോദ്യമുണ്ട്. ഇനി എങ്ങനെ അത് തീരം സംരക്ഷിക്കാൻ എന്തൊക്കെ ചെയ്യണമെന്നുള്ള ചോദ്യമുണ്ട്. ഇത് ഹാർബറുകളെ എങ്ങനെ ബാധിക്കുമെന്ന ചോദ്യമുണ്ട്. അപ്പൊ അതൊക്കെ പുറത്തു വന്നാൽ ഈ ഒരു ആധികാരിക രേഖ പലർക്കും അത് ഉപയോഗിക്കാൻ കഴിയും എന്ന ഭീതിയായിരിക്കാം അത് പുറത്തുവിടാത്തത് എന്ന് ഞങ്ങൾ സംശയിക്കുന്നു. എന്നിട്ട് അതിന്റെ കളക്ടർ കൂടിയായിരുന്ന അതിന്റെ ചെയർമാൻ പറഞ്ഞത് ഇത് ഈ തീരശോഷണവുമായി ബന്ധപ്പെട്ടല്ല, വിഴിഞ്ഞം തുറമുഖമല്ല തീരശോഷണത്തിന് കാരണം എന്നാണ് റിപ്പോർട്ട് എന്ന് പറയുന്നു. എന്നാ പിന്നെ എന്താ അത് പുറത്തുവിടാത്തത്? അപ്പൊ അത്തരത്തിലുള്ള പല കാര്യങ്ങളും ഒളിച്ചു വെക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഇവിടെയൊക്കെ കാണുന്നത് എന്ന് വേണം സൂചിപ്പിക്കാൻ. ഓക്കെ, ശ്രീ പാട്രിക്, നമുക്കറിയാവുന്നതുപോലെ കേരളത്തിലെ മലയാളിയെ സംബന്ധിച്ചിടത്തോളം മലയാളിയുടെ ഒരു തീന്മേശയിലെ പ്രധാനപ്പെട്ട വിഭവമാണ് ഈ മത്സ്യം എന്ന് പറയുന്നത്. കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾ ചെയ്യുന്ന സുദീർഘമായിട്ടുള്ള ഒരു സേവനമുണ്ട്, പ്രത്യേകിച്ച് ഈ മത്സ്യബന്ധനവുമായിട്ട് ബന്ധപ്പെട്ട്. ഒപ്പം വളരെ ഈ രാജ്യസുരക്ഷയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട, പ്രത്യേകിച്ച് തീരദേശത്തിൻ്റെ ഒരു കാവലാളുകളാണ് കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾ. പക്ഷേ നമുക്കറിയാം ഈ വിഴിഞ്ഞം സമരത്തിലൊക്കെ ഉയർന്നു കേട്ട അവരുടെ ഒരു രോദനമുണ്ട്. ഒപ്പം ഈ നമുക്കറിയാവുന്നതുപോലെ ഉണ്ടാകുന്ന ഈ പ്രകൃതി ക്ഷോഭങ്ങൾ, ഇത്തരത്തിലുള്ള വികസന പദ്ധതികൾ മൂലമുണ്ടാകുന്ന ഒരു പ്രശ്നങ്ങൾ, ഈ തിരുവനന്തപുരത്ത് മാത്രമല്ല, നമുക്കറിയാം ചെല്ലാനം മേഖലയിലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള സമരങ്ങളൊക്കെ നടക്കുകയുണ്ടായി. പ്രത്യേകിച്ച് അങ്ങ് തിരുവനന്തപുരത്തു നിന്നാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ അടുത്ത നാളുകളിൽ കേരളത്തിലെ തീരദേശ മേഖലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യാതനയുടെ, ഒരു പ്രതിസന്ധിയുടെ, പ്രത്യേകിച്ച് മത്സ്യ സമ്പത്തൊക്കെ നഷ്ടപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന ആശങ്കയൊക്കെ പലരും പങ്കുവയ്ക്കുന്നുണ്ട്. ഈ പ്രകൃതിക്ഷോഭവുമായി ബന്ധപ്പെട്ട് അതിന് ആനുപാതികമായിട്ടുള്ള ഒരു തൊഴിൽ നഷ്ടത്തിന് ആനുപാതികമായിട്ട് നഷ്ടപരിഹാരം ലഭിക്കുന്നില്ല. ഈ മണ്ണെണ്ണ, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സബ്സിഡിയുടെ വിഷയങ്ങൾ എത്രത്തോളം ഗുരുതരമാണ് കേരളത്തിലെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നങ്ങൾ? ചുരുങ്ങിയ വാക്കുകളിൽ. ഈ മത്സ്യത്തൊഴിലാളികൾ അന്നുള്ള യാതനകൾ ഇന്നും അനുഭവിച്ചു വരിക. അവരുടെ ജീവിതത്തിൽ ഒരു പുതിയൊരു മാറ്റം ഉണ്ടാക്കാൻ ഇവർക്കാർക്കും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അവര് തന്നെ സ്വന്തമായി കണ്ടെത്തി അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ തന്നെയാണ് വീടുകൾ. അവര് കുറെ വർഷങ്ങളായി അവരും അവരുടെ മാതാപിതാക്കളും ഒക്കെ സമ്പാദിച്ച കാശിൽ നിന്നും ഉണ്ടാക്കിയ വീടുകൾ, അവരുടെ സ്വത്തുക്കളെല്ലാം കടൽ ആക്രമണത്തിൽ നഷ്ടപ്പെടും. അവരിനിയും ഒരു ജന്മമെടുത്ത്, അല്ലെങ്കിൽ അവരുടെ മക്കളൊക്കെ ഉൾപ്പെടുന്നവർ എല്ലാവരും കൂടി ഒരു വീടുണ്ടാക്കുക, ആ വീട്ടിൽ താമസിക്കുക. 10-15 സെന്റൊക്കെ, 5-10-15 സെന്റൊക്കെയുള്ള വീടുകൾ, സ്ഥലവും വീടുമായിട്ട് പോയിട്ട് വെറും 550 സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ 600 സ്ക്വയർ ഫീറ്റിനകത്തുള്ള ഒരു വീട് മാത്രം ലഭിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മത്സ്യത്തൊഴിലാളികൾ ചുരുങ്ങുമ്പോൾ അവനുണ്ടാക്കിയ സമ്പത്ത് എവിടെ നഷ്ടമാകുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട്. ലോകത്തിന്റെ എല്ലായിടത്തും തീരപ്രദേശങ്ങൾക്ക് വലിയ വിലയാണ്. പക്ഷെ ഇവിടെ തീരപ്രദേശങ്ങൾക്ക് സർക്കാർ പോലും വില കൽപ്പിക്കുന്നില്ല എന്നുള്ളത് ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യമാണ്. മത്സ്യത്തൊഴിലാളികളുടെ മക്കൾ, തീരപ്രദേശത്തുള്ള കുട്ടികൾ വിദ്യാഭ്യാസപരമായി മുന്നോട്ട് വരുമ്പോഴത്തേക്ക് അവർക്കുണ്ടാകുന്ന ചില ബുദ്ധിമുട്ട്, അവർക്ക് ഉപരിപഠനത്തിന് പോകാൻ പറ്റാത്ത സാഹചര്യം, അതിന് സാമ്പത്തികമായി വരുന്ന കാര്യം. ഈ സർക്കാർ ഈ സമരവുമായി ബന്ധപ്പെട്ടിട്ടല്ലാതെ പോലും ലംസം ഗ്രാന്റ് പോലും കൃത്യമായി മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ലഭിക്കാത്ത ഒരു സാഹചര്യം ഇപ്പോഴും നിലവിൽ. അത് വെക്കുമ്പോൾ പോലും, അത് ഏത് ഗവൺമെന്റ് സ്ഥാപിച്ചിരുന്നാൽ പോലും ആ ലംസം ഗ്രാന്റ് കൊടുക്കുന്നത് തന്നെ അവരെ ഉപരിപഠനത്തിന് അവരെ സഹായിക്കുക എന്നുള്ള രീതിയിലാണ്. അവർ മത്സ്യബന്ധനവുമായി പോകുമ്പോൾ മണ്ണെണ്ണയ്ക്ക് കിട്ടിയിരുന്ന സബ്സിഡി, അത് വില കൂടുന്നതനുസരിച്ച് സബ്സിഡിയുടെ ആ ഒരു റേറ്റ് മാറേണ്ടതായിട്ടുണ്ട്. സബ്സിഡിയിൽ മാറ്റം വന്നിട്ടില്ല, മണ്ണെണ്ണ ലഭിക്കുന്നില്ല. കരിഞ്ചന്തയിൽ 150-ൽ പരം രൂപകൾക്ക് മണ്ണെണ്ണ വാങ്ങിക്കേണ്ട ഒരു രീതി വരും. അവർ ഇവിടെ നിന്ന് പോകുമ്പോൾ 5000-10,000 രൂപ മുതൽ മുടക്കി മത്സ്യബന്ധനത്തിന് പോയി തിരിച്ചു വരുമ്പോൾ അത് ഇരട്ടി കിട്ടിയാൽ മാത്രമേ അതിനകത്ത് എന്തെങ്കിലും ഒരു സംവിധാനമുള്ളൂ. പോയിട്ട് അത് വരുമ്പോൾ കിട്ടാതെ വരുന്ന സാഹചര്യം. ഈ അടുത്ത് എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറയുകയായിരുന്നു, ഈ കഴിഞ്ഞ ഈ മാസം മാത്രം, ഈ ജൂലൈയിൽ മാത്രം വള്ളം കടലിലോട്ട് ഇറക്കിയത് കൊണ്ട് മാത്രം 50,000-ൽ പരം രൂപ അവന് നഷ്ടം സംഭവിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും ദിവസം അവൻ ഇത് ചെലവാക്കി, കാശ് ചെലവാക്കി മത്സ്യബന്ധനത്തിന് പോയിട്ട് പോലും അത് ലഭിക്കാത്തൊരു സാഹചര്യം. ഇവിടെ മത്സ്യങ്ങളുടെ ഗണ്യമായ ഒരു കുറവുണ്ട്. ഇപ്പോ മത്തി, നമ്മുടെ ഇവിടെ തിരുവനന്തപുരത്ത് ചാള എന്നൊക്കെ പറയും, നെയ്ച്ചാള എന്നൊക്കെ, ഇതവിടെ കാണാനില്ല.
അപ്പോൾ അത്തരത്തിൽ മത്സ്യങ്ങളുടെ ഒരു വലിയൊരു കുറവുണ്ടാകുമ്പോൾ ഇവർക്ക് ദീർഘദൂരം കടലിൽ ഓടി സഞ്ചരിച്ച് മറ്റു സ്ഥലങ്ങളിൽ പോയി മത്സ്യം പിടിക്കേണ്ട ഒരു രീതി ഉണ്ടാക്കേണ്ടി വരുന്നു. അപ്പോൾ അത്രയും സഞ്ചരിക്കുമ്പോൾ അത്രയും മണ്ണെണ്ണയുടെ ചിലവും മറ്റു കാര്യങ്ങളും ഉണ്ടാകുന്നു. അതനുസരിച്ച് അവർ തിരിച്ചു വരുമ്പോൾ ആ മത്സ്യത്തിന് പിന്നെ വില കുറവാണ് ലഭിക്കുന്നതെങ്കിൽ അത്തരത്തിലുള്ള ബുദ്ധിമുട്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോ പറയാം, ഈ റഫ് സീസണുകളിലൊക്കെ വിഴിഞ്ഞത്തിനെയും അതല്ലെങ്കിൽ നമ്മുടെ മുതലപ്പൊഴിനെയൊക്കെ ആശ്രയിച്ചുകൊണ്ടായിരുന്നു മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോയിക്കൊണ്ടിരുന്നത്. വിഴിഞ്ഞത്തായിരുന്നാലും ഇപ്പോ ഈ ഹാർബർ വന്നതിന് ശേഷം അവിടെ അപകടങ്ങൾ ഉണ്ടാവും. മുതലപ്പൊഴിയിൽ മത്സ്യത്തൊഴിലാളികൾക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നലെയും കൂടി ഒരു അപകടം സംഭവിച്ചേ ഉള്ളൂ. അത്ഭുതകരമായി രണ്ടുപേരും രക്ഷപ്പെട്ടു എന്നുള്ളതല്ലാതെ അവരുടെ യാനങ്ങൾക്ക് നഷ്ടം സംഭവിക്കുന്നു. അപ്പൊ ഈ നഷ്ടങ്ങൾ എങ്ങനെ നികത്തണമെന്നറിയാതെ തീരദേശവാസികളും മത്സ്യത്തൊഴിലാളികളും വളരെ ആഗ്രഹമാകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒപ്പം ശ്രീ പാട്രിക് മൈക്കിൾ, അന്ന് ആ ഒരു സമരത്തിന്റെ കാലയളവിൽ സമരസമിതി ഉന്നയിച്ച വലിയൊരു ആശങ്കയാണ്, പ്രത്യേകിച്ച് ഈ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുമ്പോൾ ഈ വലിയ കപ്പലുകളുടെ ഒരു പോക്കുവരവ് സുഗമമാക്കാൻ വേണ്ടി അവിടേക്കുള്ള സാധാരണ ഈ മത്സ്യബന്ധന യാനങ്ങളുടെയൊക്കെ ഒരു വരവ് അത് തടസ്സപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് അവിടെയുള്ള പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ ഒരു ജീവിതത്തെ അത് ഗുരുതരമായിട്ട് ബാധിക്കുമെന്നൊരു ആശങ്ക ഉന്നയിച്ചിരുന്നു. അതിന്റെ ഒരു എത്രത്തോളം? അതായത് ഇപ്പൊ പറയാം, ഇപ്പോൾ ഈ വരുന്ന മദർ ഷിപ്പ്, കണ്ടെയ്നർ ഷിപ്പ് വരുന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുൻപ് തന്നെ അവിടുത്തെ മെറൈൻ പിന്നെ മെറൈൻ എഞ്ചിനീയറിംഗിന്റെ ഭാഗമായിട്ടുള്ള ഷിപ്പിൽ അനൗൺസ്മെന്റ് നടത്തിയിരുന്നു. കപ്പൽ പാത എവിടെയാണെന്ന് കൃത്യമായി പറയാൻ സർക്കാരിന് ഇതുവരെയും സാധിച്ചിട്ടില്ല. അതായത് ഈ പിന്നെ വിഴിഞ്ഞം പദ്ധതി നടക്കുന്നതിന്റെ വടക്കുവശത്ത് തീരശോഷണവും കടലാക്രമണവും ഭവനങ്ങൾ നഷ്ടപ്പെടുകയൊക്കെ ചെയ്ത് ജനങ്ങൾക്ക് യാനങ്ങൾ പോലും വയ്ക്കാൻ പറ്റാത്ത ഒരു ചുറ്റുപാടും നഷ്ടങ്ങളുമാണ് സംഭവിക്കുന്നതെങ്കിൽ അതിന്റെ തെക്ക് വശത്ത് സംഭവിക്കുന്നത് അടിമലത്തുറ മുതൽ പൊഴിയൂര് വരെ ഈ ഷിപ്പ് വരുന്നത് എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് അവർക്ക് ഇപ്പൊ കടലിലോട്ട് ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യം. ഈ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് ഇവര് അനൗൺസ്മെന്റ് ചെയ്യുകയാണ്, നിങ്ങൾ ആരും തന്നെ കടലിൽ ഇറങ്ങരുത്, ഷിപ്പ് വരാൻ ഉള്ളതുകൊണ്ട്. അന്ന് ആ ഷിപ്പ് വരുന്നില്ല. ഷിപ്പ് വരുന്നത് ഇന്നാണ്. 3 ദിവസം മുമ്പ് ഈ അനൗൺസ്മെന്റ് കൊടുത്ത് അന്ന് മുതൽ ആളുകളെ കടലിൽ ഇറങ്ങരുത് എന്ന് പറയുന്നത് എന്തിന്റെ കാര്യത്തിലാണെന്നറിയില്ല. അപ്പോൾ ഒരു സൈഡ് തീരശോഷണവും കടലാക്രമണവും സംഭവിച്ചു, വീടുകൾ നഷ്ടപ്പെട്ട് ദുരിതത്തിലാകുന്ന ജനങ്ങൾ, വേറൊരു ഭാഗത്താണെങ്കിൽ തീരം വയ്ക്കുകയും മറ്റു കാര്യങ്ങളും ഉണ്ടെങ്കിൽ പോലും കടലിൽ ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യം. ആ തീരദേശവാസികൾ മത്സ്യത്തൊഴിലാളികൾ ഏത് രീതിയിലാണ് അവർ ഇനി മത്സ്യബന്ധനം നടത്തേണ്ടത്? അവരുടെ ജീവിതം, അവരുടെ കുടുംബം എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? അപ്പോൾ ഇതിനൊന്നും ഒരു പരിഹാരം ഉണ്ടാക്കാൻ സർക്കാർ ശ്രമിക്കാതെ വലിയൊരു സ്വപ്ന പദ്ധതി എന്ന് പേരിട്ടുകൊണ്ട് ആ പദ്ധതി മാത്രം മുന്നിൽ കാണുകയാണെങ്കിൽ ഈ ആളുകളെ എല്ലാവരെയും അവരെ അക്കോമഡേറ്റ് ചെയ്യും എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇപ്പൊ ഈ അടുത്ത് തന്നെ എനിക്ക് തോന്നുന്നു മന്ത്രി തന്നെ പറഞ്ഞെന്നാണ് തോന്നുന്നത്, അവിടെ 5000-ഓളം അല്ലെങ്കിൽ 6000-ഓളം സ്പെഷ്യലിസ്റ്റുകളെ വെളിയിൽ നിന്നും കൊണ്ടുവരുന്നു. അപ്പോൾ ഇവിടെ ഉള്ള ആളുകൾക്ക് എന്ത് ജോലിയാണ് ലഭിക്കാൻ പോകുന്നത്? അപ്പൊ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തീരദേശവാസികൾ വളരെ ആകുലരാണ് എന്ത് ചെയ്യും എന്നുള്ളത്. നാളെ കുടുംബം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും, അവരുടെ ജോലി എന്താവും? ഇത്രയും വയസ്സായ ആളുകൾ, ഒരു പരിധിവരെ ഇത് കഴിഞ്ഞ് മത്സ്യബന്ധനം മാത്രം അറിയുന്ന ആളുകൾ മറ്റെന്ത് ജോലിക്കാണ് പോകേണ്ടത്? അപ്പൊ അത്തരത്തിലുള്ള ഒരു ആകുലതകളോട് കൂടിയാണ് തീരദേശവാസികൾ ഇപ്പോൾ നിലനിൽക്കുന്നത്. ഓക്കെ. വളരെ ആശങ്ക നിറഞ്ഞ സാഹചര്യമാണ് തീരദേശത്ത് നിലനിൽക്കുന്നത്. സർക്കാർ കൃത്യമായിട്ട് ഇടപെടണം എന്നൊരു ആവശ്യം തന്നെയാണ് പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളി സമൂഹത്തിൽ നിന്നും ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും അവസാനമായി ശ്രീ ടി ദേവപ്രസാദ്, നമ്മൾ ഈ വിഴിഞ്ഞം തുറമുഖം അങ്ങ് നേരത്തെ സൂചിപ്പിച്ച് ഈ ഒരു ക്രെയിൻ വരുന്നു എന്നതിന്റെ പേരിൽ ഒരു ആഘോഷമാക്കുന്നു. നാളെ ഈ ട്രയൽ റൺ വരുന്നു, നിരവധി പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് പറയുന്നത് പോലെ ഈ ഇപ്പൊ ഭരിക്കുന്ന സർക്കാരിന്റെ ഭാഷയിൽ ഈ പൗരപ്രമുഖരെയും മറ്റുള്ളവരെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വലിയ ആഘോഷ പരിപാടികൾ അവിടെ നടക്കുന്നു. അവിടെ ഒരു മദർഷിപ്പ് വരുന്നു, അതിൽ നിന്നും ഈ കണ്ടെയ്നറുകൾ മാറ്റുന്നു. പക്ഷെ മറ്റൊരു ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. ഈ കണ്ടെയ്നർ അവിടെ മാറ്റുന്നു, പക്ഷെ ഈ കണ്ടെയ്നർ പുറത്തെത്തിക്കാനുള്ള ഒരു അടിസ്ഥാന സൗകര്യ വികസനം അവിടെ നടന്നിട്ടുണ്ടോ? പ്രത്യേകിച്ച് കരമന കളിക്കവിള ആ റോഡിന്റെ വികസനം, ഈ ഔട്ടർ റിംഗ് റോഡ്, ബൈപ്പാസുകൾ, ഒപ്പം ഈ റെയിൽവേയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കണക്ടിവിറ്റി, ഈ തീരപ്രദേശത്ത് അല്ലെങ്കിൽ ഈ തുറമുഖത്ത് കപ്പൽ എത്തുന്നു, പക്ഷെ ആ കണ്ടെയ്നർ പിന്നീട് കൊണ്ടുപോകാനുള്ള ഒരു കണക്ടിവിറ്റി, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ, ഒപ്പം തന്നെ നമുക്കറിയാവുന്നതുപോലെ നേരത്തെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഈ അദാനിക്ക് കൊടുക്കേണ്ട എമൗണ്ട്, കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ട ഈ വയബിലിറ്റി ഫണ്ട്, അതൊന്നും ലഭിച്ചിട്ടില്ല. അതൊക്കെ ഈ വായ്പയൊക്കെ എടുത്ത് ശരിയാക്കാം എന്നാണ് ഭരണ നേതൃത്വത്തിലുള്ളവർ പറയുന്നത്.
അപ്പോൾ ഇത് വലിയൊരു ഗുരുതരമായിട്ടുള്ളൊരു സ്ഥിതിവിശേഷം തന്നെയല്ലേ? ഈ ജനങ്ങളുടെ മുന്നിൽ ഇത് വലിയൊരു വികസനമാണ്, അതല്ലെങ്കിൽ അത് ആരംഭിക്കാൻ പോകുന്നു. പക്ഷെ അതിന്റെ പിന്നിൽ, അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടത്തേണ്ട അടിസ്ഥാന വികസനങ്ങൾ എത്രത്തോളം അവിടെ നടന്നിട്ടുണ്ട്, അതിലേക്ക് സർക്കാർ ശ്രദ്ധ ചെലുത്തേണ്ടതല്ലേ, ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിച്ചുകൊണ്ട് തന്നെ? ശ്രീ ടി ദേവപ്രസാദ്. ഈ അതിനെക്കുറിച്ച് അവരുടെ MD CEO ദിവ്യ അയ്യർ തന്നെ പത്രക്കാരോട്, അതായത് അവരുടെ ഒരു ഇന്റർവ്യൂ ഞാൻ വായിച്ചു. അതിനകത്ത് അവർ പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ ഉടനെ ഒന്നും ഈ വഴി അത്യാവശ്യമല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവർ തന്നെ പറഞ്ഞിരിക്കുന്നത്, അവരെ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞാൽ ഏതാണ്ട് ഒരു തുരങ്കം 8 കിലോമീറ്ററുള്ള ഒരു തുരങ്കമുണ്ട്, അതിന്റെ പ്ലാൻ തയ്യാറായി വരുന്നതേ ഉള്ളൂ. അതാണ് ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഒരു സൗകര്യം. പിന്നെ ഇപ്പൊ പറയുന്നത് ഞാൻ വായിച്ചത് എനിക്ക് മനസ്സിലായത് ശരിയാണെങ്കിൽ, കപ്പൽ വന്നിട്ട് തുറമുഖത്ത് കണ്ടെയ്നറുകൾ ഇറക്കി വെക്കും, എന്നിട്ട് ചെറിയ കപ്പലുകൾ വന്ന് അവിടുന്ന് ഇത് കൊണ്ടുപോകും എന്നൊക്കെയാണ് പറയുന്നത്. ഇതൊക്കെ എന്താന്നുള്ളത് കണ്ടറിയണം. നമുക്ക് അതിനെക്കുറിച്ചൊന്നും സാങ്കേതികമായി പറയാൻ അറിയത്തില്ല. അതാണെങ്കിൽ ഉണ്ടാവും. പിന്നെ ഇതുകൊണ്ട് ഇപ്പൊ ഈ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് നമ്മൾ പറഞ്ഞു നോക്കിയാൽ ഇതാണ്. പഴയ കാലത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നത്, ഈ കോളനൈസേഷൻ ഒക്കെ നടക്കുന്ന കാലത്ത് കുറെ ആൾക്കാർ വന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളെല്ലാം അടിച്ചോടിച്ചു, അവിടെ അവരെ വികസിച്ചു, അവർ കൊണ്ടുപോകുന്നെന്ന് പറഞ്ഞതുപോലെയൊക്കെയുള്ള ഒരു വികസനമാണോ ഇവിടെ ഉണ്ടാകാൻ പോകുന്നതെന്ന് എനിക്ക് ഭയമുണ്ട്. കാരണം ഇവിടെ കുറച്ചു പേരെ പുറത്തുനിന്ന് കൊണ്ടുവരും, അവർക്ക് നല്ല ഹോട്ടലുകളും സൗകര്യങ്ങളും പൈസയൊക്കെ ഉണ്ടാവും. ഇവിടെ ഇതിന് വേണ്ടി ഇവിടെ ഈ കടൽ തീരം കൊണ്ട് ജീവിച്ച പാവങ്ങൾക്ക് ജീവിക്കാൻ മാർഗമില്ല. അതിപ്പോ സാവകാശം എന്ന് വെച്ചാൽ അവരുടെ നിലവിളി തേങ്ങലുകളായി അങ്ങ് ഇല്ലാതാവും. അവര് എവിടെയെങ്കിലുമൊക്കെ അന്വേഷിച്ചു പോകും എന്നൊക്കെയാണ് ഇവർ കരുതുന്നതെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ അത് കാൽസിയുടെ പ്രസിഡന്റ് പറഞ്ഞ പോലെ ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഇത് സർക്കാരിൽ നിന്ന് പരമാവധി നേടിയെടുക്കാനുള്ള ഒരു ശ്രമം ഉണ്ടായാൽ, അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം ഒറ്റക്കെട്ടായി നിൽക്കുക എന്നുള്ളതാണ്. ഒറ്റക്കെട്ടായി നിൽക്കാൻ സാധിച്ചാൽ, കമ്മ്യൂണിറ്റി അവർക്ക് സാധിച്ചാൽ, അതായത് ഇതിന് കൊണ്ട് ക്ലേശം അനുഭവിക്കുന്നവർക്ക് ഒറ്റക്കെട്ടായി നിൽക്കാൻ സാധിച്ചാൽ അവർക്ക് പലതും ഗവൺമെന്റ് നേടിയെടുക്കാൻ സാധിക്കും. അതിന്റെ ഒരു ചെറിയ സൂചനയാണ് ഇത്തവണ ഈ തിരുവനന്തപുരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. കാരണം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി അശ്വതി തരൂര് തീരദേശത്തെ വോട്ടുണ്ടെന്നത് വരെ വളരെ പുറയിൽ എന്ന് പറഞ്ഞാൽ 10-20,000 വോട്ടിന് പുറയിലായിരുന്നു. ആ തീരദേശം ജയിപ്പിച്ചതോടെ അവരാണ് ജയിപ്പിച്ചതെന്നുള്ളതിനെ കുറിച്ച് അദ്ദേഹത്തിന് സംശയമൊന്നുമില്ല വന്നു. അതുപോലെ അവരാണ് തോൽപ്പിച്ചതെന്നുള്ളതിന് BJPക്ക് സംശയമില്ലാതെ വന്നു. അങ്ങനെ ഒറ്റക്കെട്ടായി നിന്നുള്ള രീതികൾ ഇപ്പം അദ്ദേഹം സൂചിപ്പിച്ച പോലെ കമ്മ്യൂണലാക്കി മാറ്റിയെടുക്കാനും അങ്ങനെയൊക്കെയുള്ള വലിയ ഭീകരമായ ശ്രമങ്ങൾ നടന്നു. അതിപ്പോ നമ്മൾ ആ സമരത്തിന് കണ്ടതാണ്. കമ്മ്യൂണൽ, അത് മന്ത്രിമാർ തന്നെ വർഗീയത എന്നൊക്കെ പറഞ്ഞു. അത്തരം കാര്യങ്ങളിലൊക്കെ കൂടുതൽ ജാഗ്രത പുലർത്തി ഈ ഐക്യം, തീരദേശത്തെ എല്ലാ ജനങ്ങളുടെ ഐക്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും, ഇത് നഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും കൂടെയാണ് നഷ്ടപ്പെടുന്നത്. ഇപ്പൊ കടലെടുത്ത് പോകുന്നതുകൊണ്ട് ക്രിസ്ത്യാനികൾ മാത്രമൊന്നും അല്ലല്ലോ ഇത് നഷ്ടപ്പെടാൻ പോകുന്നത്. അവിടെയുള്ള ഹിന്ദുക്കളും അല്ലെങ്കിൽ മുസ്ലിമുകളും ഒക്കെ ഇത് അനുഭവിക്കുന്നവരാണ്. അപ്പൊ അവരെ എല്ലാവരെയും ഒന്നിച്ച് നിർത്തി ഒറ്റക്കെട്ടായി നിന്ന് ആ ജനം, അവിടുത്തെ തീരദേശത്തെ ജനം, അവർക്ക് കിട്ടേണ്ട ന്യായമായ അവകാശങ്ങൾ, നമ്മളിപ്പം അവര് നേരത്തെ സംസാരത്തിൽ പറഞ്ഞ പോലെ തുറമുഖം വികസിക്കുന്നതിനോ വിഴിഞ്ഞത്തൊരു മദർ ടെർമിനൽ വരുന്നതിനോ ഒന്നും അവരാരും എതിരല്ല. പക്ഷെ അവരുടെ അവകാശങ്ങൾ, അവർക്ക് ജീവിക്കാനുള്ള അവകാശങ്ങൾ, അത് വരുന്നത് മൂലം ത്യാഗം സഹിക്കേണ്ടി വരുന്നവർക്ക് ആ ത്യാഗത്തിനൊരു വില, അത് ഗവൺമെന്റ് കൊടുക്കാൻ, ഗവൺമെന്റിനെ നിർബന്ധിക്കാൻ ഒറ്റക്കെട്ടായി നിന്ന് ഈ സമൂഹത്തിന് സാധിക്കണം എന്നുള്ളതാണ് എൻ്റെ ആശംസ. ഇതിനകത്ത് ഭിന്നിപ്പിക്കാനുള്ള എല്ലാ തന്ത്രങ്ങളും ഇതിന്റെ സംഘാടകർ നടത്തും. കാരണം അവര് വളരെ വൈഭവമുള്ളവരാണ് ഇക്കാര്യത്തിൽ. ഈ ലോകത്തിന്റെ ലോകത്തിന്റെ രാജാക്കന്മാർ, ദൈവത്തിന്റെ ഭൂമിയിലെ രാജാക്കന്മാർ വളരെ മിടുക്കന്മാരായിരിക്കും, സമർത്ഥരായിരിക്കും എന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്ന പോലെ അവരത് പണിയൊക്കെ ചെയ്തതാണ് ആ സമരത്തിലും നമ്മൾ കണ്ടത്. അത്തരത്തിലുള്ള ശ്രമങ്ങൾ ഇനിയും നടക്കും. പക്ഷെ ജനങ്ങളെ ഒന്നിപ്പിച്ച് നിർത്തി, ഇത് ജനങ്ങളുടെ ആവശ്യമാണ്, നമ്മൾ ചൂഷണം ചെയ്യപ്പെടുകയാണെന്നുള്ളത് മനസ്സിലാക്കി ഒരു ശ്രമം മുമ്പോട്ട് പോയാൽ, അതിന് ഒറ്റക്കെട്ടായി ഒരു നിൽക്കുമെന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ, ഇപ്പൊ ഏറ്റവും വലിയ അടയാളം തരൂർ ഇത്തവണ ഇത് സ്വീകരണത്തിന് പോവുകയല്ല എന്ന് പറഞ്ഞത് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള ഫലങ്ങൾ ഉണ്ടാവും ഒറ്റക്കെട്ടായി നിന്നാൽ എന്ന് മനസ്സിലാക്കുക, അങ്ങനെ പ്രവർത്തിക്കുക. അങ്ങനെ പ്രവർത്തിച്ച് അവർക്ക് അർഹതപ്പെട്ടത്, അത് മറ്റുള്ളവർക്ക് അർഹതപ്പെട്ടതല്ല, അവർക്ക് അർഹതപ്പെട്ടത് അവർ നേടിയെടുക്കാൻ സാധിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. അപ്പോഴാണ് ഈ തിരുവനന്തപുരത്തെ വിഴിഞ്ഞം തുറമുഖം ഒരു സ്വപ്ന പദ്ധതിയായി മാറുക. അതിനുവേണ്ടി ത്യാഗം അനുഭവിച്ചവർക്ക് അതിനുള്ള പ്രതിഫലം കൊടുക്കുന്ന ഒരു പദ്ധതിയായത് മാറുമ്പോൾ അതൊരു സ്വപ്ന പദ്ധതിയാവും. അല്ലാതെ ഇവിടെ ഒരു പദ്ധതി വന്നു, കുറെ പേര് വന്നു, പുറത്തുനിന്ന് കുറെ പേര് വന്നു, കുറെ ടെക്നീഷ്യൻസ് വന്നു, അവർക്ക് കുറെ പൈസ ഉണ്ടായി, അവർക്ക് നല്ല വീടുണ്ടായി, അവർക്ക് സൗകര്യങ്ങളുണ്ടായി, ഇവിടെയുള്ളവരെല്ലാം പരിപാടിയിലായി എന്നുള്ളത് കൊണ്ട് ഇതൊരു സ്വപ്ന പദ്ധതി ആകിയല്ല. ഇത് കേരളത്തിന്റെ ഒരു സ്വപ്ന പദ്ധതി ആകണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അത് തീരദേശത്തെ
ഇതിനു മൂലം ക്ലേശം അനുഭവിക്കേണ്ടി വരുന്നവർക്ക് വേണ്ട, അവർക്ക് കിട്ടേണ്ട ന്യായമായ അവകാശങ്ങൾ കിട്ടിക്കൊണ്ടാകണം ഓക്കെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. അതുണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഓക്കെ തീർച്ചയായും തീർച്ചയായും കേരളത്തിന് വികസനം അത്യന്താപേക്ഷിതമാണ്. പ്രത്യേകിച്ച് വലിയ വികസന പദ്ധതികളൊക്കെ വരണം, നാട് വികസിക്കണം. പക്ഷെ ആ വികസന പദ്ധതികൾ വരേണ്ടത് ആ പ്രദേശത്തെ ജനങ്ങളുടെ കണ്ണീര് വീണ് കുതിർന്ന മണ്ണിലായിരിക്കരുത്. ഒരു പദ്ധതി വരുമ്പോൾ ആ പദ്ധതി പ്രദേശത്തെ ജനങ്ങളുടെ ന്യായമായിട്ടുള്ള അവകാശങ്ങളെ മാനിച്ചുകൊണ്ട് അവരുടെ കണ്ണീരിന് പരിഹാരം കണ്ടുകൊണ്ടാകണം ഗവൺമെന്റ് ആ പദ്ധതി നടപ്പിലാക്കേണ്ടത്. വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ നട്ടെല്ലായ മത്സ്യത്തൊഴിലാളികളുടെ ആശങ്കകൾ പരിഹരിക്കാനുള്ള ഒരു ആർജവത്വം ഭരണകൂടം കാണിക്കട്ടെ. തീർച്ചയായിട്ടും വ്യക്തമായിട്ടുള്ളൊരു സൂചന തന്നെയാണ് കേരളത്തിലെ മത്സ്യത്തൊഴിലാളി സമൂഹം, പ്രത്യേകിച്ച് ലത്തീൻ സമൂഹം ഈ ഒരു ഘട്ടത്തിൽ നൽകുന്നത്. ഒറ്റക്കെട്ടായി തങ്ങൾ നേരിടുന്ന അവഗണനകൾക്കെതിരെ, വിവേചനങ്ങൾക്കെതിരെ ശക്തമായിട്ട് പോരാടും എന്നൊരു മുന്നറിയിപ്പ് കൂടി ഈ ഒരു ചർച്ചയിൽ ഉയർന്നു വരുന്നു. ഈ ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത KLCA പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി, ഒപ്പം KRLCC പ്രതിനിധി ശ്രീ പാട്രിക് മൈക്കിൾ, ഒപ്പം മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ T. ദേവപ്രസാദ്, 3 പേർക്കും നന്ദി.